إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, അതിഥികളെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശിൻ്റെ കുർസിയുടെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായ വർത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. അതിന് അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ നട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനും പാടുപെടുക. ഇതിനെല്ലാം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ പതിവ് പോലെ നമ്മുടെ ചർച്ചയിൽ ആദ്യം അഖായിദ്, പിന്നെ ഇബാദാത്ത്, പിന്നെ മുആമലാത്ത്, പിന്നെ അഖ്ലാഖ് എന്നതാണല്ലോ, അല്ലെങ്കിൽ അഖ്ലാഖ് മുആമലാത്ത് എന്നതാണല്ലോ. വഴിക്ക് വഴിയായി ഉള്ള ചർച്ചയിൽ ഇന്ന് ചർച്ചക്കെടുക്കേണ്ടത് അഖായിദാണല്ലോ. അഖായിദ് നാം ഇവിടെ ചില ക്ലാസ്സുകൾ ആ വിഷയത്തിൽ ഈ രൂപത്തിൽ സംസാരം ആരംഭിച്ച ശേഷം, കഴിഞ്ഞ വിശുദ്ധ ഹജ്ജ് സീസൺ സമാപിച്ച ശേഷം സൂചനകൾ, മുഖവുരകൾ, നിർബന്ധമായി മനസ്സിലാക്കേണ്ട, ഗ്രഹിക്കേണ്ട ഭാഗങ്ങൾ ഇവിടെ വിശദീകരണം ചെറിയ രൂപത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഖുർആനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാം പരിശോധിച്ചാൽ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് യൗമുൽ ആഖിർ അടക്കമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാധാന്യം നൽകിയതുപോലെ മറ്റൊരു വിഷയത്തിനും ഖുർആനിൽ പ്രാധാന്യം നൽകിയതായിട്ട് കാണുന്നതല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നാം പഠിക്കാറുള്ളത് പോലെ, ദശക്കണക്കിൽ പ്രാവശ്യം കേട്ട് പരിചയമുള്ളതുപോലെ 437 തവണയാണ് ഖുർആനിൽ അൽ ഈമാൻ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്നത്. അപ്രകാരം തൗഹീദ് എന്ന പദം തന്നെ 91 പ്രാവശ്യം ഖുർആനിൽ മടങ്ങി വരുന്നുണ്ട് പല ശൈലിയിലൂടെ. അപ്രകാരം തന്നെ ദഅവത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിനോടല്ലാതെ പാടില്ല പ്രാർത്ഥന എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന 112 തവണയുള്ള
മടങ്ങി മടങ്ങി വരുന്ന ഭാഗവും അതിന് തെളിവാണ്. ഇതെല്ലാം പഠിക്കുന്നതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ ഭൂമിയുടെ മീതെ ഭിന്നിപ്പ് മനുഷ്യരാശിയുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലായിരുന്നു എന്നത് നമുക്ക് മനഃപ്പാടമുള്ള പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഭിന്നിക്കേണ്ടി വരുന്നതും ഭിന്നിച്ച് നിൽക്കേണ്ടതും ഭിന്നിക്കൽ നിർബന്ധമായതും ആയ ഭാഗം അത് തന്നെയുമാണ്. അഥവാ അഖീദയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ്. പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചിടം മുതൽ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയ ശേഷമുള്ള കഥ ചരിത്രം നാം പഠിച്ചു വരുന്നുണ്ട്. അതിൽ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ 1000 വർഷം ഭൂമിയിൽ ഏകദേശം ഭിന്നിപ്പുണ്ടായിട്ടില്ല എന്ന് നാം പഠിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തിലായിരുന്നു ആദ്യമായിട്ട് ഭിന്നിപ്പുണ്ടായത് എന്നും നാം പഠിച്ചു. ആ ഭിന്നിപ്പുണ്ടായത് എന്തിലൂടെയായിരുന്നു? കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യരാശി ആസകലം ഒരു ഉമ്മത്താണ്. അപ്പോൾ പിന്നെന്താ സംഭവിച്ചത്? തഫ്സീറിൻ്റെ വക്താക്കൾ വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നത് പോലെ ഫഖ്തലഫു, ഖുർആൻ്റെ ഭാഗമല്ല വിശദീകരണം, അവർ ഭിന്നിച്ചു. എന്തിലൂടെയാണ് ഭിന്നിച്ചത്? ആദർശത്തിലൂടെയാണ്. ഫബഅസ അല്ലാഹു, ഖുർആൻ നേരത്തെ കേട്ട ആയത്തിൽ ഫബഅസ അല്ലാഹു നബിയ്യീന, അല്ലാഹു സുബ്ഹാനഹു വ തആല മുബശ്ശിരീങ്ങളായിട്ടും മുൻദിരീങ്ങളായിട്ടും ദൂതന്മാരെ അവിടെ മുതലാണ് അയക്കുന്നത്. അതെ, ഈ യാഥാർത്ഥ്യം നാം പഠിച്ചു കഴിയുമ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ശരീഅത്ത് നൽകാത്തതായ ഉമ്മത്തുകളിൽ വരേക്കും അവരോട് കീർത്തിച്ചതായ ഭാഗം അത് ആദർശം ക്ലിയറാക്കൽ മാത്രമായിരുന്നു. ശരീഅത്ത് ഇറങ്ങാതെ 1000-ഓളം ഒരു കണക്കനുസരിച്ചിട്ട് ആദം മുതൽ നൂഹ് വരെ ശരീഅത്തില്ല. ആദം മുതൽ നൂഹ് വരെ ശരീഅത്തില്ല. ശരീഅത്ത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽക്കാണ്. അവിടം വരേക്കും ജനങ്ങൾ ഉമ്മത്തൻ വാഹിദ എന്ന് അല്ലാഹു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഏകീകരിച്ചിട്ടായിരുന്നു, ഒരു സമൂഹമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു, ഭിന്നിപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ചാണ്. വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ചാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം മുതൽ നൂഹ് വരെ ഭിന്നിപ്പുണ്ടായിരുന്നില്ല എന്ന് ഖുർആനിലൂടെ സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഭിന്നിപ്പിനുള്ളതായ കാരണം അത് ആദർശ വ്യതിയാനമുണ്ടാവലാണ്, വിശ്വാസത്തിലുള്ളതായ വീഴ്ചയാണ്, വിശ്വാസം മാറലാണ്. അവിടെയാണ് സ്വന്തം ഉമ്മയോട് മഅസ്സലാമ പറയേണ്ടി വരുന്നത്. സ്വന്തം പെറ്റ ഉമ്മയോട്, വാപ്പയോട്, മകനോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ജീവസഖിയോട്, എല്ലാവരോടും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി ഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. സത്യവിശ്വാസികളെക്കുറിച്ചല്ലാതെ ആദർശത്തിൽ ഭിന്നിച്ചവരെക്കുറിച്ചാണ്. അല്ലാത്തവരോ ആദർശത്തിൽ യോജിച്ചിട്ടുണ്ടെങ്കിൽ ഏകീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കുതിക്കലാണ്. അവിടെ പിന്നെ അങ്ങും ഇങ്ങും ഓടുന്ന പ്രശ്നം ഉടലെടുക്കുന്നില്ല. എവിടെയാണ് ഓടേണ്ടി വരിക? ആദർശത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ്. ഭൂമിയിൽ വരേക്കും വിശ്വാസത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവരനുസരിക്കാൻ പാടില്ല എന്നാണ്. എങ്ങനെയുള്ള ഉമ്മ, എങ്ങനെയുള്ള വാപ്പ, അവർ വലുതായി കഴിഞ്ഞാൽ അള്ളാഹു സാഹിത്യ ശൈലിയിലാണ് ഖുർആനിൽ പറയുന്നത്. എന്താ? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരു കോഴി
എങ്ങനെയാണ് പഴക്കോഴി കുഞ്ഞുങ്ങളെ പരുന്ത് വന്ന് രാഞ്ചിക്കൊണ്ടുപോകുമെന്ന് പേടിക്കുമ്പോൾ അവർക്ക് അഭയം നൽകുന്നത്, അവർക്ക് സംരക്ഷണം നൽകുന്നത് എന്നതുപോലെയുള്ള ഉദാഹരണമാണ് ഉമ്മയോട് വാപ്പയോട്. അവർ പ്രായമുള്ളവരായി കഴിഞ്ഞാൽ ആ രൂപത്തിൽ സംരക്ഷണം നൽകണം, വിനയത്തോടു കൂടി അവരോട് പെരുമാറണം എന്നൊക്കെ കൽപ്പിച്ച റബ്ബ് പറയുകയാണ്. അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എൻ്റെ കൂടെ ശിർക്ക് വെക്കാനാണെങ്കിൽ, ഞാനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണെങ്കിൽ, എൻ്റെ കൂടെ ഇബാദത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഫലാ തുതിഉഹുമാ, ആ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, ആ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അതെ, അപ്പോൾ പ്രശ്നം ചെറുതല്ല, വലിയ പ്രശ്നമാണിത്. ഇവിടെ കൂറുമാറുന്ന പ്രശ്നമാണ്. ഇവിടെ ഏതു നിലക്കും മിത്രനായി അംഗീകരിക്കാൻ പറ്റാത്തതായ മേഖലയിലേക്ക് നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സഹജീവിയോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സ്വന്തം കുടുംബ മെമ്പറോ വരെ എത്തുന്നതായ ഒരു മേഖലയാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് റബ്ബിൻ്റെ കൽപ്പന വരുന്നത്. എന്ത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല. എന്ത്? അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അവർ നരകവാസികളാണ് എന്ന് ഉറപ്പായ ശേഷം സ്വന്തം അവരുടെ കുടുംബ മെമ്പർമാരായിരുന്നാൽ പോലും മാതാപിതാക്കളായിരുന്നാൽ പോലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക എന്നത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതേ അല്ല. സത്യവിശ്വാസികൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ, അള്ളാഹുവെ പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ, മാഫി ചെയ്യണമേ എന്ന് പറയാൻ പാടുള്ളതേ അല്ല. ഒമാകാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അം മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹ് ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻ. ഇബ്രാഹിം എന്തിനാണ് പിന്നെ വാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചു എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അല്ലാഹ് തന്നെ ഖുർആൻ പരസ്പരം ഏറ്റുമുട്ടൂല, ഖുർആൻ പരസ്പരം ഏറ്റുമുട്ടൂല. ഏതുപോലെ ഖുർആനും സഹീഹായ ഹദീസും ഏറ്റുമുട്ടൂല, ഖുർആനും സഹീഹായ ഹദീസും ഏറ്റുമുട്ടൂല. ഏതുപോലെ സഹീഹായ ഹദീസും പരസ്പരം ഏറ്റുമുട്ടൂല, യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതാണ് എന്തുകൊണ്ട് എല്ലാം ഒരാൾ നിന്നിട്ട് വരുന്നതാണ്, ഒരു ശക്തിയിൽ നിന്നിട്ട് വരുന്നതാണ്. ഭിന്നിക്കാൻ പാടില്ലല്ലോ, ഏറ്റുമുട്ടാൻ പാടില്ലല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് ഇബ്രാഹിം പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച രംഗം പറഞ്ഞ അതേ റബ്ബ് തന്നെ പറയുന്നു. എന്തിനാണ് ഇബ്രാഹിം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. ഒമാകാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീഹി, വാപ്പയ്ക്ക് വേണ്ടി ഇബ്രാഹിം പണ്ട് പ്രാർത്ഥിച്ചത് അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിച്ചത് ഇല്ല അമ്മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹ് സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ എന്ന് എറിയും കല്ല് കൊന്നുകളയുമെന്ന ഭീഷണി. ഇത് മാറ്റിയില്ലെങ്കിൽ വാപ്പ മകനോട് ഇബ്രാഹിമിനോട് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴും എന്തില്ല, ആ വാപ്പയോടുള്ളതായ ഭൗതികമായ സമീപനത്തിൽ കരുത്ത പെരുമാറ്റമില്ല, പ്രയാസമുള്ള പെരുമാറ്റമില്ല. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് മാഫിന് ചോദിക്കും, നിങ്ങൾ എറിയാനും കൊല്ലാനും നിൽക്കേണ്ട, ഞാൻ പോയി കളയാന്നിട്ട് അവിടുന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്ഥലം വിട്ടു. അപ്പോഴാണ് റബ്ബിനോട് മാഫിന് ചോദിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ചിട്ട് മാഫിന് ചോദിച്ചതായിരുന്നു. പക്ഷേ ഫലമ്മാ തബയ്യന ലഹു, ഇബ്രാഹിമിന് പ്രകടമായപ്പോൾ അന്നഹു അദുവ്വുൻ ലില്ലാഹ്, വാപ്പ അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് തന്നെ ഉറപ്പായപ്പോൾ വാപ്പ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. വാപ്പ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരുന്നില്ല, വാപ്പ ശിർക്ക് ഒഴിവാക്കുന്നില്ല എന്നുറപ്പായപ്പോൾ എന്ത് ചെയ്തു? തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ് തബറഅ മിൻഹു, മുക്തനായി, ഒഴിവായി, ഞാനും നിങ്ങളുമായിട്ട് ബന്ധമില്ല ഇനി. അതുകൊണ്ട് പിന്നെ അവർ പ്രാർത്ഥിച്ചിട്ടുമില്ല വാപ്പാക്ക് വേണ്ടി എന്ന് പറയും പോലെ. ഇത് മുഖവുര മാത്രമാണ്, നമ്മുടെ കുറിപ്പിലില്ല. അതെ, ഇങ്ങനെയുള്ള നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതായ ഇന്നത്തെ ദിവസത്തിൽ അഖീദ എന്ന വിശ്വാസം ചർച്ച ചെയ്യുമ്പോൾ, അത് മദീനയിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, ഈ അന്തരീക്ഷം ലോകത്തോട് പണ്ട് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓതുന്നതായ കഥകളെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അപ്പോഴാണ് നമുക്ക് ഇത്തരം വിഷയത്തിൽ നാം ചർച്ച ചെയ്യേണ്ട നിർബന്ധമായ അഖീദയുടെ ഭാഗമായ തവക്കുലിലേക്ക് ചെല്ലേണ്ടി വരുന്നത്. അതെ, നമുക്ക് മുവഹിദീങ്ങളാണെന്ന് പറയുന്നു, നമുക്കൊക്കെ അതിൽ അഭിമാനമുണ്ടാവണം. മുവഹിദീങ്ങളായാലേ വിജയമുള്ളൂ. പലർക്കും അലർജി ഉണ്ടാവാറുണ്ട്, നിങ്ങളെക്കുറിച്ചല്ല.
തൗഹീദ് എന്നുള്ള പദം കേൾക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ. ബുഖാരി പഠിച്ചിട്ടില്ല. ബുഖാരി വായിച്ചാലല്ലേ കിതാബു തൗഹീദ് കാണുള്ളൂ. എന്താ ഇമാം ബുഖാരി കിതാബു തൗഹീദ് എന്ന പേരിൽ തലക്കെട്ട് നൽകി? അതിനു മുമ്പ് അൽ-ഇഅ്തിസാം ബിൽ കിതാബി വസ്സുന്ന എന്ന് തലക്കെട്ട് നൽകി. ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണ്? എന്തുകൊണ്ട് ഇപ്പോൾ ബുഖാരി എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി? ഈ പദം തന്നെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ശിർക്കിനെക്കുറിച്ച് വന്നതായ ആയത്തുകളൊക്കെ ബുഖാരിയിൽ നിരത്തിവെച്ചു. തൗഹീദിനെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ ബുഖാരിയിൽ നിരത്തിവെച്ചു. ഹദീസുകളും നിരത്തിവെച്ചു. എന്നത് പഠിക്കണം. അപ്പോഴാണ് തൗഹീദ് എന്ന പദം തന്നെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന പള്ളിയിൽ വെച്ചിട്ടൊരു മലയാളി എന്നോട് ഞാൻ പ്രയാസപ്പെട്ടു പോയി. പക്ഷേ അത് ഹജ്ജ് സീസണിലായതുകൊണ്ട് ഉടനെ എൻ്റെ ഓർമ്മയിൽ വന്നത്, ഇതൊക്കെ മുഖവരിയാണ്, ഉടനെ ഓർമ്മയിൽ വന്നത് എന്തായിരുന്നു? ഹജ്ജ് സന്ദർഭത്തിൽ റസൂലുള്ളാഹിൻ്റെ ഹജ്ജ് വിശദീകരിച്ച് പറയുന്ന ഒരു സഹാബിയുടെ നീണ്ട ഹദീസ് ഉണ്ടല്ലോ. ആരുടേതാണത്? ജാബിർ ബിൻ അബ്ദില്ല. ജാബിർ ബിൻ അബ്ദില്ല ഇങ്ങനെ റാഡാർ ഫിറ്റ് ചെയ്തതുപോലെ റസൂലുള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളെ മദീന ടു മദീന ഇങ്ങനെ വീക്ഷിക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്തൊക്കെ റസൂല് കാട്ടി ഹജ്ജ് വേളയിൽ എന്ന്. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹ് വാദി മുബാറക് എന്ന് റസൂല് തന്നെ ജിബ്രീലിന്റെ നാവിലൂടെ കേട്ടതനുസരിച്ച് പേര് വെച്ചതായ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നതായ ആ വാദിയാണത്. അത് തന്നെയാണ് അതിൻ്റെ ഇംതിദാദിലാണ്, അതിൻ്റെ അവസാന ഭാഗത്തിലാണ് ബീർ അലി, അബിയാർ അലി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ ദുൽഹുലൈഫ സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്തെ കുറിച്ചാണ് വഹിയിലൂടെ കിട്ടിയ വാർത്ത. എന്ത്? വാദിൻ മുബാറക്, പവിത്രതയുള്ളതായ താഴ്വരയാണത് എന്ന്. ആരോട് പറയുന്നു? റസൂലിനോട് പറയുന്നു. ആര് പറയുന്നു? ജിബ്രീൽ പറയുന്നു. എന്തിലൂടെ പറയുന്നു? വഹിയിലൂടെ പറയുന്നു. അപ്പോൾ അത് പവിത്രതയുള്ളതായ വാദിയാണ് എന്ന് പറഞ്ഞ ശേഷം അവിടെ വെച്ചിട്ട് നിങ്ങൾ തൽബിയത്ത് ചൊല്ലുക എന്ന് ജിബ്രീലിൻ്റെ ഓർഡർ വരുന്നു. ആ പവിത്രതയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറയാണ്, ഞാൻ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രതയുള്ള വാദിയാണ് എന്ന് പറഞ്ഞതായ വാക്ക് ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ വേണ്ടിയായിരിക്കാം. ആ വാദിയുടെ പരിസരത്തിലാണ്, അതേ താഴ്വരയുടെ പരിസരത്തിലാണ് ലോക മുസ്ലിങ്ങളുടെ മക്കൾ വന്ന് പഠിക്കുന്നതായ 40,000-ഓളം കുട്ടികൾ, ലോക മുസ്ലിം കുട്ടികൾ പഠിച്ച് അവർ പ്രബോധകന്മാരായ വർക്ക് ചെയ്യാൻ കാരണമായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ളാഹിൻ്റെ ആ വാക്കിൻ്റെ ഇംതിദാദാണെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ബർക്കത്തുള്ളതായ വാദിയാണ്. അതെ, ബർക്കത്തുള്ള വാദി തന്നെയാണത്. അതെ, ആ ബർക്കത്തുള്ള പവിത്രതയുള്ള വാദിയിൽ നിന്നിട്ട് മഹാനായ ദൂതർ തൽബിയത്ത് ചൊല്ലിയും കൊണ്ടാണ് ഹജ്ജ് ആരംഭിച്ചതെന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം എന്താണ്? ഫബദഅ ബിത്തൗഹീദ്. അല്ലാഹുവിൻ്റെ ദൂതർ ഹജ്ജിനെ ആരംഭിച്ചത് തൗഹീദിലൂടെയാണ്. തൽബിയത്ത് എന്താണെന്ന് പഠിപ്പിച്ചു? തൗഹീദാണെന്ന് പഠിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് പറയാൻ മറന്നിട്ടില്ല, സഹാബാക്കൾക്കും പറയാൻ മറന്നിട്ടില്ല, ബുഖാരി ഇമാമിന് റിപ്പോർട്ട് ചെയ്യാനും മറന്നിട്ടില്ല, ജാബിർ വിശദീകരിക്കാനും മറന്നിട്ടില്ല. നമുക്കാണ് ദേഷ്യം. എന്താ പദം? നിങ്ങൾ ഉണ്ടാക്കിയതാണ്, സൗദി അറേബ്യക്കാരുണ്ടാക്കിയതാണ് തൗഹീദ് എന്നുള്ള പദം. ഖുർആനിൽ 101 പ്രാവശ്യം അല്ലാഹ് മടക്കി പറഞ്ഞതൊന്നും അവർ കണ്ടിട്ടുമില്ല. അല്ലാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കട്ടെ, സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതെ, പലരും മദീനയിൽ താമസിക്കുന്നു, പലരും ഹജ്ജിന് വേണ്ടി വരുന്നു, പലരും ഉംറയ്ക്ക് വേണ്ടി വരുന്നു, പലരും ഇവിടേക്ക് വരാതെ തന്നെ ലോകത്തിലെവിടെ താമസിച്ചാലും ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയും കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നു, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഒരാൾ യഥാർത്ഥ തൗഹീദിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിൽ എന്ത് വേണം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ച ഇഖ്ലാസ് വേണം. ഇപ്പോൾ നാം വിശദീകരിക്കാൻ പോകുന്ന ഇതിനു മുമ്പും സൂചന നൽകപ്പെട്ടതായ തവക്കുലും വേണം. തവക്കുൽ, നാം വളരെ പരാജയത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ തവക്കുലിൻ്റെ കാര്യത്തിൽ അള്ളാഹിലേക്ക് ബരമേൽപ്പിക്കുക എന്ന കാര്യത്തിൽ. അതെ, ഖുർആനിൽ 53 തവണ റബ്ബ് ചർച്ച ചെയ്ത വിഷയവും സഹിഹ ഹദീസിൽ 27 തവണ വിട്ടുകിടക്കുന്നതായിട്ട് ഞാൻ കണ്ട ഭാഗവും സലഫ് സാലിഹീങ്ങളുടെ പദപ്രയോഗവുമായിട്ട് അഥവാ ആസാറുകളായിട്ട് 12ഓളം തവണ ഡസൻ കണക്കിൽ പ്രാവശ്യം കണ്ടതായ വിഷയമാണ് തവക്കുൽ എന്ന വിഷയം. അപ്പോൾ അങ്ങനെ തള്ളാൻ പറ്റൂല. തവക്കുൽ എന്ന വിഷയം അത്രയും പ്രാധാന്യം റബ്ബ് തന്നെ ഖുർആനിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തള്ളാൻ പറ്റൂല. എന്താ തവക്കുൽ?
ആ അത്തവക്കുൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അറബിക്ക് ഗ്രാമം അനുസരിച്ച് പറയുകയാണെങ്കിൽ തവക്കൽ, തവക്കലയ തവക്കലു എന്നതിൻ്റെ മസ്തറാണെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളൊക്കെ പണ്ട് അറബിക്ക് ഗ്രാമർ പഠിച്ച വേളയിൽ പഠിച്ചതായ ശൈലി. അപ്പോൾ ഒക്കല, ഒക്കല എന്നതിൽ നിന്നിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾ മറ്റാളിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ്. തൗക്കീൽ, തവക്കുൽ, വരമേൽപ്പിക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ കഴിവ് കേട് കാരണത്താൽ മറ്റുള്ള ആളിലേക്ക് ഏൽപ്പിക്കുക എന്നും വേണമെങ്കിൽ അർത്ഥം വെക്കാം. അതിൻ്റെ നേരെ വിപരീതമാണ് തവക്കുലിൻ്റെ നേരെ വിപരീതമാണ് തവാക്കുൽ. തവാക്കുൽ അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. തവാക്കുൽ എന്താണ്? വാക്കല, വാക്കല യുവാക്കിലു എന്നതിൽ നിന്നാണ്. തവാക്കുൽ അയാളെ പഴാക്കിയ മനുഷ്യൻ മറ്റുള്ളവരിലേക്ക് വരമേൽപ്പിക്കുക എന്ന തത്വം അത് പറ്റൂല. നാം റസൂലുള്ള ഇസ്ലാമിക വീക്ഷണത്തിൽ വരുന്ന തവക്കുൽ വിശദീകരണം കേൾക്കാൻ പോകുന്നുണ്ട്. അല്ലാതെ തന്നെ നാം എല്ലാം അങ്ങോട്ട് തവാക്കുലാക്കി ജോലി ചെയ്യാതെ ഓസിക്കുള്ള ജീവിതം, ജോലി ചെയ്യാതെ ഓസിക്കുള്ള ജീവിതം. ഒരു ദിവസം ഇവരുടെ റൂമിൽ, ഇയാളുടെ റൂമിലേക്ക് രണ്ടാമത് മടങ്ങിയെത്തുമ്പോൾ ഒരു മാസം കഴിയും. അപ്പോൾ ഇയാൾക്കൊരു ഭാരം തോന്നൂല. അങ്ങനെ ഒരു മാസം മൂപ്പര് ഓരോ ആൾക്കാരുടെ വീട്ടിൽ പേര് ഉംറ വിസിയാണ്, ജോലിയില്ല എന്നും. അത് അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ തവാക്കുല് പാടില്ല. നീ പരിശ്രമിക്കണം. ഇത് റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സിഹി എന്ന് നാം പഠിച്ചല്ലോ ഉച്ചക്കുള്ള ക്ലാസ്സിൽ പള്ളിയിൽ വെച്ചിട്ട്. എന്താണ്? ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. എങ്ങനെയുള്ള മനുഷ്യൻ? അവൻ്റെ സ്വകഴിവിനെ അവൻ മനസ്സിലാക്കിയതായ മനുഷ്യൻ. ഓരോ മനുഷ്യനും അവൻ്റെ ശരീരത്തിന് എന്ത് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ആ കഴിവ് ഉപയോഗപ്പെടുത്തണം. ഉറങ്ങിക്കൂട്ടലല്ല. തവാക്കുലാണത്. അത് പാടുള്ളതല്ല. തവക്കുൽ എന്നതാണ് അനിവാര്യമായ ഭാഗം. ആ തവക്കുൽ തൗഹീദിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഭാഗമാണത്. അതെ, വേറെ ശൈലിയിൽ പറയുകയാണെങ്കിൽ ഇത്തിഖാദുൽ അസ്ബാബ് എന്നും പറയും. അസ്ബാബുകൾ ഉണ്ടാക്കണം, കാരണങ്ങൾ കണ്ടെത്തണം. നമുക്ക് ജീവിക്കാനാവട്ടെ, വിജയിക്കാനാവട്ടെ, ലക്ഷ്യം നിറവേറാനാവട്ടെ, ഉദ്ദേശത്തിലേക്ക് എത്താനാവട്ടെ, കല്യാണം കഴിക്കാനാവട്ടെ, കട തുറക്കാനാവട്ടെ, ബിസിനസ്സിൻ്റെ കാര്യം, ഭൗതിക കാര്യങ്ങളാവട്ടെ, പരലോക കാര്യമാവട്ടെ, അവിടെയെല്ലാം കാരണങ്ങൾ കണ്ടെത്തൽ അനിവാര്യമാണ്. അതെ, കാരണങ്ങൾ കണ്ടെത്താത്ത നിലക്ക് ആണ് നാം പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അതാണ് തവാക്കുൽ. അത് മദ്മൂമാണ്. അത് എന്താ മദ്മൂം എന്ന് പറഞ്ഞാൽ? മംദൂഹിൻ്റെ നേരെ വിപരീതമാണ്. മംദൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തുത്യാർഹം. മദ്മൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹം, ആക്ഷേപിക്കപ്പെടുന്ന ശൈലിയാണത്. അതെ, എന്നാൽ എന്തുകൊണ്ട് മദ്മൂമാകുന്നു? മറ്റുള്ള ആളിലേക്ക് എല്ലാ നിലക്കും വരമേൽപ്പിക്കും. മറ്റുള്ള ആൾ ലാ യംലികു ദർറൻ വലാ നഫഅ, അയാൾക്ക് നന്മയോ തിന്മയോ ചെയ്യാനുള്ള മിൽക്കാക്കാൻ അയാൾക്ക് തന്നെ സ്വയം കഴിവില്ല. പിന്നെങ്ങനെയാണ് അയാളിലേക്ക് നാം അങ്ങനെ തവാക്കുൽ ചെയ്യുക? ഓർമ്മയിൽ വരുന്നു അബ്ദുല്ലാഹിബ്നു ഷഖീഖ് അൽ ഈദിൻ്റെ കഥ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലെ ജീവിച്ചവരിലും ഉണ്ടായിരുന്നു എന്ത്? സാഹിദിങ്ങൾ. പിൻകാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ചിലർ സൂഫികളെന്ന് പേര് വെച്ചു. സൂഫികളെന്ന് പേര് വെക്കൽ തെറ്റാണ്. അങ്ങനെ ഇസ്ലാമിൽ പേരില്ല. ഇസ്ലാം വെച്ച പേരുമല്ലാതെ അത് സൂഫി എന്നതിൽ നിന്നിട്ട് ഉളൻ എന്നതിൽ ഉടലെടുത്തതാണ്. അതും പുതച്ച് കുന്നിൻ്റെ മീതെ കയറുക എന്ന പദ്ധതിയിൽ നിന്നിട്ട് ആണ് സൂഫിസം എന്നത് ഉടലെടുക്കുന്നത്. ഇസ്ലാമിൽ സൂഫിസം ഇല്ല. ഇസ്ലാമിൽ പണ്ടൊരു പ്രാവശ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നിൻ്റെ മീതെ കയറിയതായ ദൂതർ ഇറങ്ങിയപ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടി, കാരണം കണ്ടെത്താൻ വേണ്ടി, സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി, പരലോക മോക്ഷത്തിന് വേണ്ടി, വിശ്വാസം ക്ലിയറാക്കാൻ വേണ്ടി, അനാചാരം ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതർ, താഴെ ഇറങ്ങിയ ദൂതർ പിന്നെ അങ്ങനെയുള്ള ലക്ഷ്യത്തിന് വേണ്ടി മീതെ കയറിയിട്ടില്ല. ഒളിക്കാൻ വേണ്ടി കയറിയ കയറ്റാണ് പിന്നെ കണ്ടത് നാം. എവിടെ? ജബൽ സൗറിൻ്റെ മീതെ. ആദ്യം കയറിയ കയറ്റം പോലത്തതാ കയറ്റം പിന്നെ തെളിവാക്കിയിട്ട് പിന്നെ ഇന്ന് കുന്നു കയറലോ അല്ലെങ്കിൽ പുതപ്പിട്ട് നടക്കലോ ഇല്ല. ഏത് പുതപ്പ്? ഉളാൻ. അതിൽ നിന്നിട്ട് ഉടലെടുത്തതാണത്. സഫയിൽ നിന്നിട്ടല്ല. ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അദ്ദേഹം സൂഫി വര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ല സഫ, ക്ലിയറായ മനുഷ്യൻ എന്ന അർത്ഥത്തിലേക്കാണെന്ന് തോന്നിപ്പോകാറുണ്ട്. അറബി ഭാഷയിൽ അങ്ങനെ അതിന് അർത്ഥമില്ല. അത് സഫയിൽ നിന്നിട്ടാണെങ്കിൽ അങ്ങനെ അർത്ഥം വരിക. അത് സഫ അല്ല, സൂഫിൽ നിന്നിട്ടാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ പദപ്രയോഗം തെറ്റാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ സാഹിദീങ്ങൾ എന്ന പേരിൽ പറയാൻ പറ്റുമെങ്കിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം
ഇബ്രാഹിം ഇബ്നു അദ്ഹം അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് ഈദിനെ കുറിച്ച് പറയപ്പെടാറുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് ഈദിനെ കണ്ടുപോലും, കഥയാണ് കേട്ടോ, ഹദീസൊന്നുമല്ല. കണ്ടപ്പോൾ അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുകയാണ്. ഭക്ഷണം അസ്ബാബുകൾ കണ്ടെത്തുന്നില്ല. തവക്കുലല്ല. ഭക്ഷണത്തിന് അന്വേഷിക്കുവാനോ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുവാനോ പോകാതെ ഇബാദത്തിൽ ചടഞ്ഞുകൂടുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പിടികൂടി ആര്? ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിച്ചു, എന്താ ചങ്ങാതി നിങ്ങൾ ഇങ്ങനെ കാട്ടുന്നത്? എവിടുന്ന് കിട്ടി ഇങ്ങനെയുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക്? പറഞ്ഞു, ഞാനിവിടെ ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുകയായിരുന്നു. ജിദ്ദയുടെ ഭാഗത്തായിരിക്കും അവിടെയൊക്കെ വൃക്ഷം ഉണ്ടാവുക. അപ്പോൾ ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കണ്ടു ഒരു പക്ഷിക്ക് ചിറകില്ലാതെ. ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ ചിറകില്ലാത്ത പക്ഷി എങ്ങനെ ജീവിക്കാൻ? ഇങ്ങനെ ഞാൻ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കവേ ചിറകുള്ളതായ ഒരു പക്ഷി വന്നിട്ട് അതിൻ്റെ കൊക്കിൽ അതിൻ്റെ വായയിൽ ഇങ്ങനെ ഭക്ഷണം തീറ്റിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ ചിറകില്ലാത്ത പക്ഷിക്ക് ഭക്ഷണം തീറ്റിപ്പിക്കുന്ന റബ്ബ് എനക്കും ഭക്ഷണം നൽകൂലേ? ഞാൻ ഇബാദത്തിൽ ചടഞ്ഞുകൂടട്ടെ, ഞാൻ ഭക്ഷണം അന്വേഷിക്കാൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അബ്ദുള്ള പറഞ്ഞപ്പോൾ, ഇബ്നു ഷഖീഖ് ഈദ് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിച്ചു പോലോ, എന്നാൽ ആ ചിറകുള്ള മറ്റുള്ളവർക്കും നന്മ ചെയ്യുന്നതായ പക്ഷിയായിക്കൂടെ നിനക്ക് ആ ചിറകില്ലാത്ത പക്ഷിയാകുന്നതിന് പകരം എന്ന്. ഇപ്പോൾ പെട്ടെന്ന് ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ത് തവക്കുലും തവാക്കുലുമായുള്ളതായ ചേഞ്ച്. അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതായ ഭാഗം അത് തവക്കുലാണ്, വിരോധിച്ച ഭാഗം തവാക്കുലാണ്. തവക്കുൽ എന്നത് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, തവക്കുൽ അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ നമ്മളിലില്ലാത്തത് കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ വരുന്നു, ധാരാളം പാളിച്ചകൾ വരുന്നു, ധാരാളം നമ്മുടെ വിശ്വാസത്തിന് കുറവ് തട്ടുന്നു, കോട്ടം തട്ടുന്നു. അള്ളാഹുമായുള്ള ബന്ധം ടച്ച് മുറിഞ്ഞു പോകാൻ വരെ കാരണമായി തീരുന്നു. ചിലപ്പോൾ അവൻ നിസ്കരിക്കുന്നുണ്ടായിരിക്കാം, നോമ്പ് പിടിക്കുന്നുണ്ടായിരിക്കാം, സക്കാത്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ തവക്കുൽ വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മേഖലകളിൽ അവൻ പെട്ടെന്ന് ഞെട്ടുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമുണ്ടായി? എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നുപോയി എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു, പ്രയാസം ഉണ്ടാകുന്നു. അങ്ങനെ ചിലരൊക്കെ അത് കാരണത്താൽ വള്ളി അന്വേഷിക്കുന്നു, കയറാൻ, ആത്മഹത്യ ചെയ്യാൻ. അത് തവക്കുലില്ലാത്തത് കാരണത്താലാണ്. ചില ആൾക്കാർ അതിനും അപ്പുറം മാനസിക രോഗിയായി മാറുന്നു. അതൊക്കെ ഈമാനും ശേഷികേടും ഉണ്ടാകുമ്പോഴാണ് ഈ കാരണത്താൽ മാനസിക രോഗിയായി മാറുക. എന്നല്ലാതെ രോഗസംബന്ധമായ മാനസിക രോഗം വേറെയാണ്. അതല്ല, ചില ആൾക്കാർ ഇങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് തല പുകപ്പിച്ച് ആവശ്യമില്ലാതെ തവക്കുൽ അവിടെ ഉപയോഗിക്കുന്നില്ല. നല്ല മാർഗമാണ് അവിടെയുള്ളതായ ആ മരുന്ന് ഉപയോഗിക്കുന്നില്ല. അത് കാരണത്താലാണ് ചിന്ത വേറൊരു രൂപത്തിലേക്കായി മാറുന്നത്, അത് രോഗമായി മാറുന്നത്. ശ്രദ്ധിക്കണം. ഞാനൊക്കെ പറയാറുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ, ഇപ്പോഴും നടപ്പാക്കാൻ പറ്റും. എന്ത്? നമ്മുടെ നാട്ടിലേക്ക് പല സൈസിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. അതിൽപ്പെട്ടതാണ് കറുത്ത പൂച്ച ഒന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങൂല. ഒരാൾ കാറ് ഓട്ടുമ്പോൾ വരേക്കും കറുത്ത പൂച്ച ഓടിയപ്പോൾ മൂപ്പര് കാറ് സൈഡിലാക്കിയെന്നാണ്. എന്തിനാണ്? വേറെ ആരെങ്കിലും പോകട്ടെ, പിന്നെ ഞാൻ പോവാണ്. അല്ലാത്ത തവക്കുലാണ്. അതൊക്കെ രസമാണെങ്കിലും അങ്ങനെയുള്ള വിശ്വാസക്കാരും അന്ധവിശ്വാസക്കാരൊക്കെ ആണ് ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിം വേഷധാരികളിൽ, നാമധാരികളിൽ, യഥാർത്ഥ മുസ്ലിങ്ങളിലല്ല, അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരിലേക്ക്, അള്ളാഹിലേക്ക് ബരമേൽപ്പിക്കുന്നതിന് പകരം ഷിട്ടികളിലേക്ക് ബരമേൽപ്പിക്കുന്നു, വസ്തുക്കളിലേക്ക് ബരമേൽപ്പിക്കുന്നു. അള്ളാഹു അല്ലാത്തവരിലേക്ക്, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരിലേക്ക് അല്ലെങ്കിൽ ജിന്നുവർഗങ്ങളിലേക്ക് ബരമേൽപ്പിക്കുന്നു. അവർക്ക് വേണ്ടി അറക്കുന്നു, അവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നു. അങ്ങനെയുള്ളതായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലാത്തതായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നിട്ട് ഉടലെടുക്കുന്നു. ഇത് കാരണത്താൽ അതെ അള്ളാഹിന്റെ കൽപ്പന, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിലേക്ക് ഒരാൾ ബരമേൽപ്പിക്കുകയാണെങ്കിൽ അവന് മതി എന്നതാണ്. ഇവിടെയാണ് സാങ്കേതിക അർത്ഥം. തവക്കുലിൻ്റെ പദാർത്ഥം നാം നേരത്തെ കേട്ടു. സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല. ഹൃദയത്തിൽ അള്ളാഹുവിലേക്ക് പ്രശ്നം ബരമേൽപ്പിക്കുക എന്നതിൽ സത്യസന്ധനായി മാറുക. സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബി അലല്ലാഹി തആല. അള്ളാഹിലേക്ക് ഞാൻ പ്രശ്നങ്ങൾ ബരമേൽപ്പിച്ചു എന്നതിൽ, ബരമേൽപ്പിച്ചാൽ പോരാ, അതിൽ സത്യസന്ധനായിരിക്കണം. ആ പറയുന്നത് ശരിക്ക് സാദിഖായ പറച്ചിലായിരിക്കണം.
ഫി ഇസ്തിജ്ലാബിൽ മസാലിഹി വദഫ്ഇൽ മദാർ. മസ്ലഹത്തുകളെ, നമ്മുടെ നന്മകൾ നാം നേടിയെടുക്കുന്നതിലും ദ്രോഹഭാഗങ്ങളെ ദൂരപ്പെടുത്തുന്നതിലും എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു എന്നതിൽ സത്യസന്ധനാവുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യത്തിൽ എല്ലാം ബരമേൽപ്പിക്കുക. അതെ, നാം ഇപ്പോൾ നമസ്കരിച്ചു, പക്ഷേ കൂലി അള്ളാഹ് ഏറ്റെടുത്തതാണ്. അള്ളാഹുവിൽ ശരിക്കും വിശ്വാസമുണ്ടെങ്കിലോ ആ കൂലി കിട്ടുമുള്ള എന്നുള്ള ബോധത്തോടു കൂടി എന്ത് ചെയ്യും? നമസ്കരിക്കും. ബോധത്തോടു കൂടി എന്ത് ചെയ്യും? ധർമ്മം ചെയ്യും. ബോധത്തോടു കൂടി എന്ത് ചെയ്യും? അല്ലെങ്കിലാണ് ഈ കാശ് കൊടുക്കാൻ വേണ്ടി പോക്കറ്റിലേക്ക് പോകുമ്പോൾ 10 റിയാലിലേക്ക് എത്തുന്നതിന് പകരം 1 മാറുന്നത്. സിദ്ഖിൽ തവക്കുലില്ല, ഇത് നഷ്ടപ്പെട്ടു പോകുമോ? അതേ സമയത്ത് ധർമ്മം കൊടുത്ത് കഴിയുന്നവൻ്റെ സമ്പത്ത് വർദ്ധിക്കലല്ലാതെ കുറയലില്ല എന്ന റസൂലിൻ്റെ ആ പദപ്രയോഗം കേട്ട് ഓർമ്മ വരുമ്പോൾ പ്രശ്നം പരിഹരിച്ചു. വർദ്ധിക്കുമെന്നല്ലേ പറയുന്നത്? ഉയർന്നു നിൽക്കുന്നതായ കൈയാണ് അൽ യദുൽ ഉല്യാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ വഫീ കുല്ലിൻ ഖൈർ. റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഏത്? മീതെ നിൽക്കുന്ന കൈ താഴെ നിൽക്കുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. എല്ലാ കൈയും മുസ്ലിമിൻ്റെ കൈയാണെങ്കിൽ നന്മയുള്ള കൈ തന്നെ. എന്താണ് ആ ശൈലി? അള്ളാഹുവിൻ്റെ ദൂതരുടെ വാക്കാണ്. മീതെ നിൽക്കുന്ന കൈ അഥവാ കൊടുക്കുന്ന കൈ, താഴെ നിൽക്കുന്ന കൈ വാങ്ങുന്ന കൈ, ഇറക്കുന്ന കൈ. അപ്പോൾ ഇറക്കുന്ന കൈയിനേക്കാൾ കൊടുക്കുന്ന കൈ ഉത്തമമുള്ള കൈയാണ്. അതേസമയത്ത് വാങ്ങുന്ന കൈയിൻ്റെ ഉടമ നിർബന്ധിതാവസ്ഥയിലാണ് വാങ്ങുന്നതെങ്കിൽ, അവൻ മൂമിനാണെങ്കിൽ അവനെ അവഗണിക്കൽ ഇസ്ലാം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ റസൂൽ പറയുന്നു ഫീ കുല്ലിൻ ഖൈർ, എല്ലാരിലും നന്മയുണ്ട്, എല്ലാ കൈയിലും നന്മയുണ്ട്. പക്ഷേ ആ കൊടുക്കുന്ന കൈക്കാണ് പ്രാധാന്യം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ ഓർത്താലോ ഇനിയും കൊടുത്താലോ ഇനിയും ചാൻസ് കിട്ടിയാലോ. അതുകൊണ്ട് നമ്മുടെ സഹാബാക്കൾ മല്ലിട്ട് മത്സരിച്ച് കൊടുക്കലാണ്. ധർമ്മം കൊടുക്കാത്ത ദിവസം ഉണ്ടാവരുത് എന്ന നിർബന്ധം. നമുക്കോ ധർമ്മം കൊടുത്തു പോകരുത് എന്ന് നിങ്ങളെ കുറിച്ചല്ല കേട്ടാ. പലർക്കും ധർമ്മം കൊടുത്തു പോകരുത്, ഫക്കീറന്മാരെ കാണുമ്പോൾ വഴി മാറി അണക്കല. ഇനി അഥവാ ഏറ്റുമുട്ടിയാൽ തന്നെ എന്തടാ നീ എന്നെ അല്ലാതെ കാണുന്നില്ലേ, വേറെ ആരുമില്ല ചോദിക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ അത് സിദ്ഖ് ഇത്തിജ, എന്താണ്? ഇഅ്തിമാദ് അലല്ലാഹ്. ഉദാഹരണം മാത്രമാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാൻ. അതാണ് ഈ സമ്പത്തുമായി ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കയറും. അതെ, വകിലത്തുൽ ഉമൂരി കുല്ലിഹാ ഇലൈഹി, അള്ളാഹുവിലേക്ക് സർവ്വ പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കുക. വതഹഖീഖുൽ ഈമാനി, ഈമാനിൻ്റെ തഹഖീഖ് അതിലൂടെ വരിക. ഈമാൻ കെട്ടുറപ്പുള്ളതായി മാറാൻ ബിഅന്നഹു ലാ യുഅതി വലാ യംനഉ വലാ യദുറു വലാ യൻഫഉ ഇല്ലല്ലാഹ്. അതാണ് തവക്കുലിൻ്റെ അർത്ഥമാണ് നിങ്ങൾ കേൾക്കുന്നത്. നന്മ ചെയ്യുകയോ ദോഷം ചെയ്യുകയോ തിന്മ ചെയ്യുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ വാങ്ങുകയോ തടയുകയോ ചെയ്യാനുള്ളതായ കഴിവ് അള്ളാഹിൻ്റെ കയ്യിലല്ലാതെ ഇല്ല എന്ന വിശ്വാസം. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തവക്കുലിൻ്റെ ആസ്വാദനം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതെ, അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള രോഗങ്ങൾ. അതിൽ പെട്ടതാണ് മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ നമ്മുടെ നാട്ടിൽ അറിവില്ലാത്തവർ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന വ്യക്തിയാക്കി വക്കീലാക്കി മാറ്റി എന്നുള്ള വാർത്തയൊക്കെ ഞാനിവിടെ പലപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മനാഖിബ് ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ വഹാബ് എന്ന കുട്ടിയോട് ചെയ്ത വസിയത്ത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ വസിയത്ത് ചെയ്യുകയാണ് വാപ്പ അഥവാ അബ്ദുൽ ഖാദിർ ജീലാനി. ഹിജ്റ 470 ജനിച്ച വ്യക്തിയാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരിച്ച വ്യക്തിയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലവും അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാലവുമായിട്ട് 5 നൂറ്റാണ്ട് വ്യത്യാസമുണ്ട് എന്നർത്ഥം. 5 നൂറ്റാണ്ടിന് ശേഷമാണ് അവർ ജീവിക്കുന്നത്. അവർ നബിയല്ല, അവർ റസൂലല്ല, അവർ വഹി ഇറങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ച ആളല്ല. അതേ സമയത്ത് അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ് എന്നതിൽ സംശയമില്ല. 2-3 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. പക്ഷേ ഹംബലി മദ്ഹബിലുള്ള അഗ്രഗണ്യ പണ്ഡിതന്മാരിൽ പെട്ടതായിട്ട് മുഹ്യിദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗണിക്കാറുമില്ല. പറഞ്ഞു വരുന്നത് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ് എന്ന പേര് അറിയപ്പെട്ടതുകൊണ്ടും ധാരാളം ആബിദായി ജീവിച്ചതുകൊണ്ടും
പ്രബോധകനായി ജീവിച്ചതുകൊണ്ടും പ്രശസ്തനായി മാറിയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ. അദ്ദേഹത്തിനെ ദുരുപയോഗപ്പെടുത്തി ഷിയാക്കൾ ഇന്ന് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, നശീകരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന റാഫിദികൾ ഇന്ന് മുസ്ലിങ്ങളെ ലോകത്തിന് നാനാതുറകളിൽ വെച്ചിട്ട് പല ശൈലിയിലൂടെ അവർ ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിനെതിരിൽ കച്ചകെട്ടി പുറപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ആ വിഭാഗം പണ്ട് തന്നെ എന്ത് ചെയ്തതായിരുന്നു? മുസ്ലിങ്ങളുടെ ഇടയിൽ പേരെടുത്തതായ ഒരു വ്യക്തിയാണെന്ന് അറിയപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലിയുടെ പേരിൽ കരിഞ്ചന്ത ഉണ്ടാക്കിയതായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മൊയ്തീൻ മാലയും അതുപോലെയുള്ളതായ മാലകളൊക്കെ. എന്നാൽ ആ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സ്വന്തം മകൻ അബ്ദുൽ വഹാബ് വസിയത്തായിട്ട് വാപ്പയിൽ നിന്നിട്ട് കേട്ടതായി എഴുതിയതായ പുസ്തകം അത് സൗദി അറേബ്യ അച്ചടിച്ചത് മാത്രമോ അല്ലെങ്കിൽ വേറെ അറബ് രാഷ്ട്രത്തിൽ മാത്രമോ ഉള്ളതല്ല, മറിച്ച് അത് കേരളത്തിലുള്ള പഴയ ലൈബ്രറികളിലെല്ലാം സ്ഥലം പിടിച്ചതും മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാലഘട്ടത്തിന് ശേഷം എപ്പോഴാണ് അച്ചടി ആരംഭിച്ചത് അപ്പോൾ മുതൽക്ക് തന്നെ ഈജിപ്തിലും ലബനാനിലും അച്ചടിക്കപ്പെട്ട പുസ്തകമാണ്. സൗദി അറേബ്യ അച്ചടിച്ച ഒരു പ്രത്യേക ഗ്രന്ഥമൊന്നും അല്ലാതെ. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ത്? ഒക്കിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാ. അത് പറയാനാണ് ഒക്കിലിൽ ഹവായിജ, നിന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് നീ ഭരമേൽപ്പിക്കുക. കിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാ വസ്അൽഹു, അവനോട് ചോദിക്കുക. അവനോടല്ലാതെ നീ ചോദിക്കരുത്, അവനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മരിക്കുമ്പോൾ പറഞ്ഞ വാക്കായിട്ട് മകൻ വസിയത്തായിട്ട് പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ കൈ പൊക്കിയിട്ട് പറഞ്ഞ പദമാണ് അത്തൗഹീദ്, അത്തൗഹീദ്, അത്തൗഹീദ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഓ ജിമാഉ കുല്ലി ഖൈരിൻ, നന്മയുടെ കേന്ദ്രം അത്തൗഹീദ്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞിട്ടാണ് കേരളക്കാരിൽ അറിവില്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹിൻ്റെ കൂടെ പങ്കു ചേർക്കുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി മരിച്ചത്. തവക്കുലിൽ അദ്ദേഹം റാങ്ക് നേടണമെന്ന് നമ്മെ പഠിപ്പിച്ച് മരിക്കുകയാണ്. എന്തുകൊണ്ട്? തൗഹീദ് ക്ലിയർ ആണെങ്കിൽ അത് മുഖ്യമാണ് എന്നതുകൊണ്ട് തന്നെ. ഇത് അദ്ദേഹത്തിന് കേരളക്കാർക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ഇവിടെ ഉദ്ധരിച്ചത്. നിങ്ങൾ കേട്ടതായ ഇസ്തലാഹി മഅന ജാമിഉൽ ഉലൂം വൽ ഹികം എന്ന മഹാനായ ഇമാം ഇബ്നു റജബ് എന്ന പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. എന്നാൽ അൽ അഖ്ദു ബിൽ അസ്ബാബ്, കാരണങ്ങൾ കണ്ടെത്തുക എന്നത് തവക്കുലിനെതിരല്ല എന്നതും നിങ്ങൾ പഠിക്കണം. കാരണങ്ങൾ കണ്ടെത്തൽ അള്ളാഹിലേക്ക് പ്രശ്നം പരമേൽപ്പിച്ചു എന്നതിന് വിപരീതമല്ല. ഒരാൾ ജോലി ചെയ്യുക എന്നത് തവക്കുലിനെതിരല്ല, ഒരാൾ ഡോക്ടറെ കാണുക എന്നത് തവക്കുലിനെതിരല്ല, ഒരാൾ മന്ത്രിക്കുക എന്നത് അഥവാ ഖുർആൻ അനുവദിച്ച രൂപത്തിലുള്ള പ്രാർത്ഥന രോഗിക്ക് പ്രാർത്ഥിക്കുക എന്നത് അതാണ് മന്ത്രം, അതും എന്തല്ല, തവക്കുലിനെതിരല്ല. അതെ, എന്തുകൊണ്ട്? ലിഅന്നൽ അസ്ബാബ മഹല്ലു ഹിക്മത്തില്ലാഹി വ അംരിഹി വ നഹീഹി, അല്ലാഹുവിൻ്റെ ഹിക്മത്ത് ആണ് അസ്ബാബുകൾ. ഇവിടെ അസ്ബാബുകൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്, അവൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ്, അവൻ വിരോധിച്ച കാര്യത്തിൽപ്പെട്ടതാണ്. വത്തവക്കുലു മുതഅല്ലിഖും ബിറുബൂബിയ്യതിഹി, നാം തവക്കുൽ ചെയ്യുന്നത് റുബൂബിയ്യത്ത് എന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തൗഹീദിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ടതാണല്ലോ റുബൂബിയ്യത്ത് കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹ് റബ്ബാണെന്ന് വിശ്വസിക്കുക, അതിൻ്റെ ഒരു ഭാഗവുമാണ് തവക്കുൽ. അതുപോലെ തന്നെ ഖളാഇലുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസവും കൂടിയാണ് തവക്കുൽ. അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് തവക്കുൽ ചെയ്യേണ്ടത്. അപ്പോഴാണ് അസ്ബാബുകൾ കണ്ടെത്തേണ്ടി വരിക. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമസ്കരിക്കണം, എത്തണമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഈ സംഭവം പറയേണ്ട ആവശ്യമില്ലല്ലോ, അടുത്ത് പറഞ്ഞില്ലേ ഇവിടെ അബൂ ഹുറൈറയുടെ ഹദീസ്, മറന്നിട്ടില്ലല്ലോ. പുതുമുഖങ്ങളുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സന്ദർശകരെ പരിഗണിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉണർത്തുകയും ചെയ്യാം. അതോടൊപ്പം ഇത് നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ നിന്നിട്ട് വിട്ടു നിൽക്കാതെ തന്നെ സംസാരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാർത്ത മുസ്ലിമിൽ കാണാം. തുടക്കത്തിൽ തന്നെ സഹീഹ് മുസ്ലിമിലുണ്ട്.
ആരെങ്കിലും അള്ളാഹു ഏകൻ എന്ന് സാക്ഷ്യം വഹിച്ച് ശിർക്ക് ചെയ്യാതെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് മുവഹിദായി ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതായ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാം, അവന് സന്തോഷവാർത്ത നൽകാം സ്വർഗം കൊണ്ട് എന്ന വാക്ക് കേട്ടതായ വേളയിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഴിമധ്യേ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പുമായി വരുന്നതായ അബൂ ഹുറൈറയെ അടിച്ച് നിലം പതിപ്പിച്ച ശേഷം റസൂലിലേക്ക് ചെന്നിട്ട് റസൂലിനോട് ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയാണോ? റസൂൽ പറഞ്ഞു, അതേ, ഞാൻ പറഞ്ഞത് തന്നെയാണ്, എൻ്റെ ചെരുപ്പ് തന്നെയാണ് അബൂ ഹുറൈറയുടെ കയ്യിൽ. പക്ഷേ ഉമർ കൂട്ടിച്ചേർത്തു, റസൂലിനെ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അതൊക്കെ പഠിപ്പിക്കുന്നൊരു ശൈലിയാണ്, ഉമറിൻ്റെ പ്രത്യേകതയും കൂടിയാണത്. ഉമർ പറഞ്ഞു, റസൂലേ, അങ്ങനെയാകുമ്പോൾ അവർ ഫയത്തക്കിലു ഇത്തിക്കാലാണ് തവാക്കുൽ. തവക്കുൽ വേറെ, എത്തക്കിലു എന്ന് പറയുന്നത് വേറെ. എത്തക്കിലു അവർ അമൽ ചെയ്യാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് മനസ്സിലാക്കി നമസ്കാരം ഒഴിവാക്കൂല ദൂതരെ, നോമ്പ് ഒഴിവാക്കൂല ദൂതരെ, ഹജ്ജ് ഒഴിവാക്കൂല ദൂതരെ, പ്രവർത്തനങ്ങൾ ഒഴിവാക്കി കളയില ദൂതരെ. അതെ, ശരിയാണ്, അവർ എത്തക്കിലു എന്ന് മഹാനായ ഉമറിൻ്റെ ആ തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്ത ഭാഗം സഹീഹ് മുസ്ലിമിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് മുജല്ലദിൽ തന്നെ കാണാവുന്നതാണ്. അതാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചതായ ചോദ്യത്തിൽ നിന്നിട്ട് നാം പഠിച്ചത്. മുആദ് ചോദിക്കുന്നു, അല്ലയോ ദൂതരെ, മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞാണ്, പക്ഷേ ചില വിഷയങ്ങൾ എന്ത് വേണ്ടി വരും, പരിപൂർണതയ്ക്ക് വേണ്ടി മടക്കി പറയേണ്ടി വരും. വിഷയത്തോട് യോജിക്കുന്ന നമ്മുടെ സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ടതാകുമ്പോൾ. മുആദേ, എന്താണ് അടിമകളുടെ മേലിൽ അള്ളാഹ്ക്കുള്ളതായ അവകാശം? എന്താണ് അടിമകൾക്ക് അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശം, അള്ളാഹ് അടിമകൾക്ക് ചെയ്തു കൊടുക്കേണ്ട അവകാശം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ മഹാനായ മുആദ് എന്ത് പറഞ്ഞു? അല്ലാഹു റസൂലുഹു അലം, അള്ളയും അള്ളാഹുവിൻ്റെ ദൂതരും ആണ് അതിനെക്കുറിച്ച് അറിയുക, എനക്കറിയുകയില്ല. അള്ളാഹുവിൻ്റെ ദൂതർ എന്ന പദപ്രയോഗം സഹാബാക്കൾ നടത്താറുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ ദൂതർ അവരുടെ മധ്യത്തിൽ ജീവിച്ച കാലഘട്ടത്തിലാണ്. മരിച്ച ശേഷം അങ്ങനെയുള്ള പദപ്രയോഗം അവർ ചെയ്തിട്ടില്ല. നബി ജീവിച്ചിരിക്കുമ്പോൾ നബിക്കറിയാം എന്തുകൊണ്ട്? നബിക്ക് വഹി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വഹി ഇറങ്ങുന്നുള്ളത് കൊണ്ട് ഇവർക്കറിയാത്തത് അള്ളാഹു റസൂലിന് എന്ത് ചെയ്യും? അറിയിച്ചു കൊടുക്കും. അതുകൊണ്ട് അള്ളയും റസൂലും അറിയും എന്നുള്ള പദപ്രയോഗം അവിടെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം ഉപയോഗപ്പെടുത്താറുള്ളതായ പദപ്രയോഗമല്ല അത്. അതെ, ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, അടിമകളിലേക്ക് ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ മേലിലുള്ള അവകാശം, അഥവാ അടിമകൾക്ക് അള്ളാഹ് ചെയ്തു കൊടുക്കേണ്ടതായ, അടിമകൾ അള്ളാഹുവിന് ചെയ്യേണ്ടതായ അവകാശം, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹനെ മാത്രം ആരാധിക്കുക, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹ്ക്ക് മാത്രം അറക്കുക, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുക, അള്ളാഹ്ക്ക് മാത്രം ജീവിക്കുക, അള്ളാഹ്ക്ക് മാത്രം മരിക്കുക, അള്ളാഹ്ക്ക് മാത്രം ഹൃദയത്തിൻ്റെ അകത്തുള്ള സ്നേഹം സമർപ്പിക്കുക, അള്ളാഹിനോട് മാത്രം ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് വരുന്നതായ ഭയവും സമർപ്പിക്കുക. ഇതൊക്കെയാണ് തൗഹീദിൻ്റെ ഭാഗങ്ങൾ. അതാണ് തവക്കുല്. ആ തവക്കുൽ ഉൾക്കൊള്ളുന്നതായ അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരോട്? മുആദിനോട്. അവകാശമാണ് ശിട്ടാവിന് നൽകേണ്ടത്. എന്നാൽ ഇങ്ങനെ ചെയ്തതായ ആ അടിമകളുടെ മേലിൽ അള്ളാഹ് ചെയ്യേണ്ട അവകാശം എന്താണ്? അള്ളാഹ് ഏറ്റെടുത്ത അവകാശം എന്താണത്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക് ബിഹി ശൈആ, അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കാത്തതായ ഒരടിമയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹിൻ്റെ അവകാശമാണ്. മഹാനായ മുആദ് ചോദിച്ചു, ഞാൻ ജനങ്ങളോട് പറയട്ടെ ഞാനിത് ജനങ്ങളോട് പറയട്ടെ? എന്ത്? ഒരാൾ തൗഹീദ് ക്ലിയർ ആയാൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാമെന്ന സന്തോഷ വാർത്തയാണല്ലോ. ഇത് ഞാൻ പറയട്ടെ. അവിടെ റസൂല് ഉമർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയതായ ആ തത്വം റസൂല് അവിടെ നമുക്ക് മുആദിന്റെ ഹദീസിൽ വിശദീകരിച്ച് തരികയാണ്. റസൂല് പറയുന്നു, ലാ, നിങ്ങൾ ഇപ്പോൾ പറയേണ്ടതില്ല. എന്തുകൊണ്ട്?
എത്തക്കിലു, നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞാൽ അവർ ഇത്തിക്കാൽ ചെയ്ത് കളയും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞ് മിണ്ടാതിരുന്ന് നമസ്കാരം ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, പ്രവർത്തനങ്ങൾ ഒഴിവാക്കി നിൽക്കും. അതാണ് ഇത്തിക്കാൽ ചെയ്ത് കളയും. പറയരുത്. എന്തുകൊണ്ട് പറയരുത്? ഇസ്ലാം നമുക്കറിയാവുന്നതുപോലെ, നിങ്ങളൊക്കെ പഠിച്ചു വരുന്നത് പോലെ, ഇങ്ങനെ ഒരു കുട്ടിയെ വളർത്തുന്ന ശൈലിയാണ് ഇസ്ലാം, അല്ലേ? കുട്ടിയെ നാം വളർത്തുമ്പോൾ ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടിയോട് പറയേണ്ടത് നാം അവിടെ പറയുന്നു, 4-ൽ പറയേണ്ടത് പറയുന്നു, 5-ൽ പറയേണ്ടത് പറയുന്നു, 6-ലാവുമ്പോൾ സ്കൂളിലേക്ക് എത്തുന്നു, അല്ലേ? സ്കൂളിലേക്ക് എത്തുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറയുന്നു. പക്ഷെ 6-ൽ പറയേണ്ടത് 4-ൽ പറഞ്ഞാൽ നടക്കോ? ഇല്ല. അത് പിന്നെ വയസ്സ് കൂടുമ്പോൾ അതനുസരിച്ചിട്ട് തക്ലീഫ് വരുന്നു. 7 കൽപ്പന വരുന്നു നമസ്കരിക്കാൻ, 10 കൽപ്പനയോടുകൂടി നമസ്കരിച്ചില്ലെങ്കിൽ അടിയും വരുന്നു, അല്ലേ? കീർത്തന വരുന്നു, കീർത്തിക്കൽ വരുന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് ഇസ്ലാമിൻ്റെയും സ്വഭാവം. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച ശൈലിയിലൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന കുട്ടികളോട് നാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായ സൂക്തങ്ങളാണ് ബഹുഭൂരിഭാഗം സൂക്തങ്ങൾ. ഇതിൻ്റെ ഫഹറസ് മറിച്ച് നോക്കുക. മക്കിയ എന്ന് എഴുതിയിട്ടുള്ള സൂക്തങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്തങ്ങൾ അത് മക്കയിൽ ഇറങ്ങിയതായ സൂക്തങ്ങളാണ്, അല്ലേ? പരിശോധിച്ച് നോക്കുക. നീണ്ടത് മദീനയിലുള്ളതാണെങ്കിലും ഷോർട്ടായതൊക്കെ മക്കയിലാണ്. അവിടെ അഫലായന്തോറൂന ഇലൽ ഇബിലി, നിങ്ങൾ കയറി കറങ്ങുന്നതായ ആ ഇബിലിലേക്ക്. ഇബിൽ അറിയാം, ഒട്ടകം. കുട്ടികളോട് പറയുന്ന ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ അത്ഭുതമാണ്. പക്ഷേ അത് എങ്ങനെയാണ് അതിനെ ഷിട്ടിക്കപ്പെട്ടു? അതൊരു അത്ഭുത ഷിട്ടിയല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം? ആകാശം ഇങ്ങനെ തൂണില്ലാതെ നിൽക്കുന്ന കണ്ടില്ലേ? അതൊക്കെ അത്ഭുതമല്ലേ? ആ ശൈലിയിലുള്ള സംസാരം എവിടെ? മക്കയിലുള്ള സംസാരങ്ങളൊക്കെ, മനസ്സിലായില്ലേ? എന്നതുപോലെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത്തിക്കാലിനെ കുറിച്ച് പറഞ്ഞത്. മുആദ് മരിക്കാൻ പോകുമ്പോൾ വേറെ റിപ്പോർട്ടിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുആദ് ഇത് പറഞ്ഞിട്ടാണ് മരിച്ചത്. ഈ ഹദീസ് മുആദ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമോ, നിങ്ങൾ കേൾക്കുമോ? മുആദ് പറഞ്ഞു. റസൂൽ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പറയരുത്. കാരണം ആ പറയേണ്ട സമയം അവിടെ അന്തരീക്ഷത്തിലായിട്ടില്ല എന്നതുകൊണ്ട്. പിന്നെ നമസ്കാരം ചെയ്താലേ തീരൂ, നമസ്കാരം നടത്തിയാലേ തീരൂ. അഥവാ ഷഹാദത്ത് കലിമ ക്ലിയർ ആയതോട് കൂടി തന്നെ ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കാത്ത രൂപത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും, അല്ലാഹ് ശിക്ഷിക്കുമെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലാഹ് ശിക്ഷിക്കൂല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതുപോലെ പറഞ്ഞ് അതിൻ്റെ അവകാശം കൊടുത്തു കഴിഞ്ഞാൽ എന്ന അർത്ഥമാണ്. മനസ്സിലായോ? അതിൻ്റെ അവകാശം കൊടുത്താൽ എന്നാണ്. അല്ലെങ്കിൽ അല്ലാഹ് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാണ്. ഒരു പക്ഷേ അല്ലാഹ് പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. ഇഷ്ടമുള്ളവരെ അല്ലാഹ് ശിക്ഷിക്കും, ഇഷ്ടമുള്ളവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കുകയും ചെയ്യും. അത് അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ കേട്ടത് ഹദീസ് മുസ്ലിമിലാണ്, മുആദിൻ്റെ ഹദീസും. അപ്പോൾ വീഴ്ച ഇത്തിക്കാലില്ലാതെ അസ്ബാബ് ഉണ്ടാക്കണം എന്ന് നാം പഠിച്ചു. അസ്ബാബ് ദുനിയാവിൻ്റെ കാര്യത്തിലും ഉണ്ടാക്കണം, ആഖിറത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാക്കണമെന്ന് നാം പഠിച്ചു. എന്താ ദുനിയാവിൻ്റെ കാര്യത്തിൽ? വിസ ഉണ്ടാക്കി, അതിലൊക്കെ നമുക്ക് പറയാതെ അറിയാം, അല്ലേ? ദുനിയാവിൻ്റെ കാര്യം അധികം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്നത്തെ യുവാക്കൾ ഈ ആഡംബര ജീവിതമാണ് അവരുടെ വീട്ടിലെങ്കിൽ അതും പറയേണ്ടി വരികയാണ്, അല്ലേ? പലരുടെ വീട് ആഡംബര ജീവിതമുള്ള വീടാണെങ്കിൽ വാപ്പ കാശ് അയച്ചിരുന്നുണ്ട് എന്ന പേരിൽ മൂപ്പർ ഇങ്ങനെ ചർച്ച വെച്ച് നടക്കും. അല്ലെങ്കിൽ മൂപ്പർ വേറെ തോന്നിവാസം ചെയ്ത് നടക്കും കുട്ടി നാട്ടിൽ. അതേ സമയത്ത് പൊതുവേ നമുക്കറിയാവുന്നതുപോലെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരാൾ നഗ്നനായിട്ട് ഭ്രാന്തനായിട്ട് റോട്ടിലിരുന്ന് കഴിച്ചു കൂട്ടാണെങ്കിൽ മൂപ്പര് ഒരു റിയാല് തരൂ, ഒരു റുപ്പിക തരൂ എന്ന് പറയുന്നത് മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇത്തിക്കാല് ദുനിയാവിൻ്റെ കാര്യത്തിലും വരാം, ആഖിറത്തിൻ്റെ കാര്യത്തിലും വരാം. ഞാനിപ്പോൾ മദീനയിലല്ലേ, അതന്നെ പോരെ, പിന്നെ എന്തിനാ സംസ്കരിക്കേണ്ട ആവശ്യമൊന്നും. ചിലർക്ക് അങ്ങനെ തോന്നിയിരിക്കുകയാണ്, നിങ്ങളെക്കുറിച്ചല്ല കേട്ടാ. ചില ആൾക്ക് ഇങ്ങനെ തോന്നിയിരിക്കുകയാണ്, മദീനയിലേക്ക് അള്ളാഹ് എന്നെ കൊണ്ടുവന്നില്ല, ഏതായാലും എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം റസൂലുള്ളാഹിനെ പള്ളി നിസ്കരിച്ചാൽ മുഴുവൻ കഴുകി ശുദ്ധിയായില്ലേ? ആ ബ്ലൂ ഫിലിമും ആ സക്സ് ഫിലിമും ആ കാശ് വെച്ച് കളിച്ചതും വെക്കാതെ കളിച്ചതും ആ തോന്നിയാസം കാട്ടിയതും ചെയ്തതും നോക്കിയതും പറഞ്ഞതും എന്നൊക്കെ തോന്നലാ? അല്ല, ഇവിടെ കട്ടിക്കൂടലാ.
അത് സന്ദർശകർക്കും നല്ലതാണ്, പഠിക്കാനുള്ള പാഠമാണ്. ഈ നാട് ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം, ഈ നാട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും ബിദ്അത്ത് ചെയ്താൽ, ശിർക്കല്ല ബിദ്അത്ത് ചെയ്താൽ, ദീനിലില്ലാത്ത ജന്മദിനാഘോഷമോ ആഘോഷമോ ദീനിലില്ലാത്തതായ ഏത് ബിദ്അത്തുകളോ ചെയ്താൽ, ഇവിടെ ഈ നാട്ടിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾ കണ്ടതായ ആ വലിയ വെണ്ടേക്കക്ഷരത്തിൽ എഴുതപ്പെട്ടതായ ഹദീസ് നിങ്ങൾ വായിച്ചിരിക്കാമെന്ത്? അലി ഇബ്നു അബി താലിബിൻ്റെ ഹദീസാണ്, മുത്തഫഖുൻ അലി ഹദീസാണ്. അത് മദീനയുടെ എല്ലാ കവാടത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അൽ മദീനത്തു ഹറമുൻ മാ ബൈന ഐരിൻ വ സൗർ. ഐറിൻ്റെയും സൗറിൻ്റെയും രണ്ട് കുന്നിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതായ മദീന, അത് അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച പവിത്രതയുള്ള ഭൂമിയാണ്. ഹറമും മാ ബൈന ഐരിൻ വ സൗർ മൻ അഹദസ ഫീഹാ ഹദസൻ. ആ മണ്ണിൽ വെച്ചിട്ട് ആരെങ്കിലും ഈ ദീനിലില്ലാത്തതായ വല്ല ബിദ്അത്തുകൾ, തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹു അവനെ ശപിക്കട്ടെ, വൽ മലായിക, മലക്കുകൾ ശപിക്കട്ടെ, വന്നാസി അജ്മഈൻ, ആ സകലം ജനങ്ങളുടെ ശാപം അവനിൽ ഉണ്ടാവട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, നന്മ അവനിൽ നിന്നിട്ട് ഫർളോ സുന്നത്തോ ആയ ഒരു അമലും അല്ലാഹ് സ്വീകരിക്കുക തന്നെ ഇല്ല. അപ്പോൾ മദീനയിൽ സന്ദർശിച്ചു പോകുന്നവർ പഠിക്കേണ്ട പാഠം എന്താണ്? ഈ മതത്തിൽ കരിഞ്ചന്ത പാടില്ല എന്ന ഭാഗം. ചെറുതും പാടില്ല, വലുതും പാടില്ല, ജന്മദിനാഘോഷം പാടില്ല, ഓണം കൊണ്ടാടൽ പാടില്ല, ക്രിസ്തുമസ് കൊണ്ടാടൽ പാടില്ല, അമുസ്ലിങ്ങളുമായുള്ളതായ ഒരു പ്രത്യേക എന്താണ് അതിനെ പറയൽ? എന്താണ് നമ്മുടെ നാട്ടിൽ പറയാ? ലയനം ഇല്ല, ലയനമില്ല. നിന്റെ അയൽവാസിയാണ് അമുസ്ലിമെങ്കിൽ ആ അയൽവാസിയുടെ അവകാശം നിറവേറ്റണം. നീ ദഅവത്ത് ചെയ്യുമ്പോൾ നിന്റെ ദഅവത്തിൽ വിജയം കിട്ടണമെങ്കിൽ ഇന്നത് കാട്ടണമെന്ന് കണ്ടാൽ അത് ചെയ്യാം, ആ സന്ദർഭത്തിൽ മാത്രം. മനസ്സിലായില്ലേ? അവനോടുള്ള സമീപനത്തിൽ അവൻ ക്ഷണിച്ചാൽ അവൻ്റെ ക്ഷണം സ്വീകരിക്കാം. എപ്പോൾ? ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവൻ നിന്റെ അയൽവാസിയാണെങ്കിൽ, ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അപകടമുണ്ടെന്ന് കാണുകയാണെങ്കിൽ ചെയ്യാം. എന്നല്ലാതെ അവൻ അഥവാ അള്ളാഹു അല്ലാത്തവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന, ഷിർക്കിന് കൂട്ടുനിൽക്കുന്ന, ഷിർക്ക് അംഗീകരിച്ച് അത് സ്ത്രീകരിച്ച് അത് പ്രചരിപ്പിച്ച് അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് മതം എന്ന് മനസ്സിലാക്കുന്ന വിഭാഗം ആരുണ്ടോ അവരോടെല്ലാം പെരുമാറേണ്ട ശൈലി അതാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, സുന്നത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മദീനയിൽ വന്ന ശേഷം മക്കയിലേക്ക് പോകാത്തത്. ഏതുവരെ? അവിടെ ഒരു മുശ്രിക്കില്ല എന്ന് ഉറപ്പാകുന്നത് വരെ ഹജ്ജ് ചെയ്യാൻ പോയില്ല. ഹജ്ജ് ചെയ്യാൻ പോകുന്നത് അവിടെ ഒരു മുശ്രിക്കില്ല എന്ന് ഉറപ്പായ ശേഷമാണ്. ഒരു മുശ്രിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി മക്ക റിപ്പബ്ലിക് 10,000-ഓളം പേര് ഉൾക്കൊള്ളുന്ന മക്ക റിപ്പബ്ലിക് പോരാട്ടത്തിന് വേണ്ടി പുറപ്പെട്ട് മക്ക ക്ലിയറാക്കിയ ശേഷം, കാബ ക്ലിയറാക്കിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 6-ാമത്തെയോ 7-ാമത്തെയോ അല്ലെങ്കിൽ 8-ാമത്തെയോ വർഷത്തിൽ അല്ലെങ്കിൽ 9-ാമത്തെ വർഷത്തിൽ റസൂൽ 10 ചെയ്യുന്നത്. ഹജ്ജ് നിർബന്ധമായ ഇടം മുതൽ മഹാനായ അബൂബക്കറിനെയാണ് ആദ്യം ഹജ്ജിന് വേണ്ടി റസൂൽ അയക്കുന്നത്. 9-ലാണ് എന്ന അഭിപ്രായത്തിൽ 9-ൽ പോയതായ അബൂബക്കറിന്റെ കൂടെ അലി പോകുന്നു. കൂടെ എന്തുണ്ട്? ബറാഅത്ത് സൂറത്തുണ്ട്. ആ ബറാഅത്ത് സൂറത്തിൽ എന്താണുള്ളത്? ഇവിടെ ഇനി അമുസ്ലിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ഇന്നമൽ മുശ്രികൂന നജസ്, അഴുക്കാണ്, ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, ഈ വർഷം മുതൽ ഇനി ഈ നാടുമായിട്ട് അവർക്ക് ബന്ധമില്ല, അവരെ അടുക്കാൻ പാടില്ല ഈ നാട്ടിലേക്ക്. യഖ്റബു എന്ന പദപ്രയോഗമാണ്. 4 മാസം നിങ്ങൾക്ക് അവധിയുണ്ട് എന്ന് മറ്റു ആയത്തിൽ, തൊട്ടായത്തിൽ ഈ അവധി കൊടുത്തിട്ട് അടുത്ത വർഷമാകുമ്പോൾ ഒരു ശിർക്ക് ചെയ്യുന്ന ഒരു മഖ്ലൂഖ് ഇല്ല എന്ന സന്ദർഭത്തിലേക്ക് എത്തുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ പ്രഖ്യാപിക്കുന്നത്. തൗഹീദ് മാത്രം പറയുന്ന, തൗഹീദ് മാത്രം ഉൾക്കൊള്ളുന്ന, ഈ യഥാർത്ഥ ആദർശത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന 1,00,000-ഓളം വരുന്ന സഹാബാക്കളുമായിട്ട് ഹജ്ജ് ചെയ്യുന്നത് എന്നതാണ് ലോകം പഠിച്ചത്, നാം പഠിക്കുന്നത്. എവിടെയോ ലയനം? എവിടെയാണ് അവരോട് കൂടി നാം ഉറൂസ് നടത്താം? എവിടെയാണ് അവരുടെ അമ്പലത്തിൽ നിന്നിട്ട് 1000 ചാക്ക് നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ഖബറിൽ നിന്നിട്ട് 1000 ചാക്ക് അവരുടെ അമ്പലത്തിലേക്ക്? എവിടെ? ആര് പഠിപ്പിച്ചു? എവിടുന്ന് പഠിപ്പിച്ചു? ഇല്ല. ശ്രദ്ധിക്കണം, ഈമാൻ കുന്നുകയറും. മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കാൻ ഉള്ള ഭാഗ്യം ലഭിക്കുകയില്ല. തവക്കുൽ പറയുമ്പോൾ ഇതൊക്കെ സന്ദർശകരും അല്ലാത്തവരും എല്ലാവരും പഠിക്കേണ്ടതായ ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ, നാം എവിടെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസ് നാം പഠിച്ചു. അബൂ ഹുറൈറയുടെ ഹദീസിൽ അബൂ ഹുറൈറയും റസൂലും ഉമർ ഇബ്നുൽ ഖത്താബും റസൂലും നടത്തിയതായ ആ ഹിവാർ, ആ ചർച്ച നാം പഠിച്ചു. ആ ചർച്ചയിൽ റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ഫഖല്ലിഹിം യഅമലു
ഫഖല്ലിഹിം യഅമലു, അവരമൽ ചെയ്യട്ടെ, ഇപ്പോൾ പറയണ്ടാന്ന്. മനസ്സിലായില്ലേ? പറയേണ്ട രംഗത്ത് പറയാം എന്നർത്ഥം ഹിക്മത്താണത്. ഹിക്മത്താണ്. ഏത് മനുഷ്യൻ നമസ്കരിക്കാത്ത മനുഷ്യൻ അള്ളാഹുമായി ബന്ധമില്ലാത്ത മനുഷ്യൻ, അവനെ ആദ്യമായിട്ട് വളർത്തിയെടുക്കേണ്ടത് തൗഹീദുള്ളവനാണെങ്കിൽ നമസ്കാരത്തിലേക്കാണ്. അവിടെ നമസ്കരിക്കാത്തവൻ കാഫിറാണെന്ന ഹദീസുകളൊക്കെ അവന് വിവരിച്ചു കൊടുക്കണം. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗത്ത് കിട്ടിയെന്നുള്ള ഹദീസ് ഓതുന്നതിന് പകരം, മനസ്സിലാകുന്നുണ്ടല്ലോ, നമസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നമസ്കാരം നിങ്ങൾ പരിപൂർണമായി നിലനിർത്തുക. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തോട് കൂടി എന്നിവർ അർത്ഥമുണ്ട് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, അത് ചെയ്യാത്ത ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ പെട്ടുപോകരുത്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا. അതെ, ഒരാൾ ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു, പിൻകാലഘട്ടത്തിൽ വരുന്ന അവർ നമസ്കാരത്തെ ഉപേക്ഷിക്കും. എന്ത് കാരണത്താൽ? ദഹിച്ച് അടിമയാക്കി മാറ്റി, ദഹിച്ച പറയുന്ന ബ്ലൂ ഫിലിമോ സെക്സ് ഫിലിമോ നെറ്റുകളെ പൂജ നടത്തലോ ടൈം മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഭാഗത്തിൽ വേസ്റ്റാക്കി നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന വിഭാഗം ഏത് ഇനത്തിൽപ്പെട്ടായിരുന്നാലും വിരോധമില്ല, നമസ്കാരത്തെ ഉപേക്ഷിക്കും. അവരെല്ലാം ഗയ്യ് എന്ന നരകത്തിലേക്ക് പോകേണ്ടവരാണ്. ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് നരകത്തിൽ ഗയ്യ്. ചില ആസാറുകളിൽ കാണുന്നു, ഹദീസിൽ കണ്ടതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല, ലോകത്തിലുള്ള പർവ്വതങ്ങളൊക്കെ കയ്യിലേക്ക് എറിഞ്ഞാൽ അത് ഉരുകിപ്പോകും ചൂടിൻ്റെ കടുപ്പം കൊണ്ട്. മനസ്സിലായില്ലേ? ഇല്ലാ മൻ താബ, രക്ഷപ്പെടണമെങ്കിൽ പാശ്ചാത്തപ്പിക്കണം. ആമന, എന്തിനാ ആമന? മുമ്പ് നിസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഗേറ്റ് ഔട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആമന. ഇപ്പോൾ മനസ്സിലായോ? ഇല്ലെങ്കിൽ ആമന പറയേണ്ട ആവശ്യമില്ലല്ലോ, തൗബ ചെയ്താൽ മാത്രം എന്ന് പറഞ്ഞാൽ പോരെ. പാശ്ചാത്തപ്പിക്കണം, മുഅ്മിനാവണം. വഅമില സാലിഹൻ, എന്നിട്ട് ഒഴിവാക്കിയ നിസ്കാരം മടക്കി നിസ്കാരത്തിലേക്ക് വീണ്ടും മടങ്ങണം. വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ നാം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥ വിഷയം വിട്ട് പോകാൻ പാടില്ല. അതെന്താണ് യഥാർത്ഥ വിഷയം? ഞാൻ അതിഥികളെ പരിഗണിച്ച് പറഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങൾ യഥാർത്ഥ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങണം. അതെന്താണ്? തവക്കുൽ, ബരമേൽപ്പിക്കൽ. അതെ, ബരമേൽപ്പിക്കുക എന്നത്, തവക്കുൽ എന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായി വരൽ നമുക്ക് ശത്രുക്കളുടെ ശല്യം പേടിക്കുമ്പോൾ ആണ്. അതാണ് നാം ഖുർആനിൽ കാണുന്നതായ ധാരാളം ഭാഗങ്ങൾ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, ഇൻ തൻസുറുല്ലാഹ ഇൻ യൻസുറുക്കുമുല്ലാഹ് വറായത്തിൽ ഇൻ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അല്ലാഹ് സഹായിച്ചാൽ നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ മത്സരിക്കുന്ന, നിങ്ങളെ കീഴടക്കുന്ന, നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ശക്തിയും ലോകത്തിലുണ്ടാവുക തന്നെ ഇല്ല. യഖ്ദുൽക്കും, നിങ്ങളെ അല്ലാഹ് നിന്യപ്പെടുത്തുകയാണെങ്കിലോ ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി, അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേറെ നിങ്ങൾക്ക് ആരുണ്ട്? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഖുർആനിൽ പറയുന്ന അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങളെ ബരമേൽപ്പിക്കണം അല്ലാഹു പറയുന്ന ശൈലികൾ പരിശോധിച്ചാൽ പല സ്ഥലത്തിൽ പെട്ടെന്നുള്ള നോട്ടത്തിൽ കാണാൻ സാധിച്ചു. ഈ സഹായം വേണ്ടി വരുന്നതായ രംഗങ്ങൾ പറയുമ്പോഴാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യുഗം പോലെ മുസ്ലിങ്ങൾക്ക് സഹായം വേണ്ടി വരുന്ന യുഗം വേറെ ഉണ്ടോ? ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഈ ചാനലുകളും മറ്റൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്ന വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൊക്കെ പരിസരത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നവരൊക്കെയാണല്ലോ അഭ്യസ്ത വിദ്യർ ഇന്നത്തെ യുഗത്തിലല്ലേ. എന്താ ലോകത്ത് സംഭവിക്കുന്നത്? എന്താ അറബ് രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത്? എന്താ നമ്മുടെ പരിസരത്ത് സംഭവിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അവലം നുമക്കില്ലക്കും ഹറമൻ ആമിനൻ, അതൊരു സ്ഥലത്ത് അല്ലേ. പിന്നെന്താണ് ഒയ്തഖത്തഫുന്നാസ് മിൻ ഹൗലിഹിം എന്ന് പറയുന്ന ആയത്ത് വേറെ സ്ഥലത്ത്. ഒയ്തഖത്തഫുന്നാസ് മിൻ ഹൗലിഹിം, ഹറം മക്കയെ പവിത്രതയുള്ള സുരക്ഷിതത്വമുള്ള ഭൂമിയാക്കി നിങ്ങൾക്ക് ഞാൻ മാറ്റി തന്നില്ലേ? നിങ്ങളുടെ പരിസരത്തിലൊക്കെ ജനങ്ങളെ രാജിക്കൊണ്ടു പോവുകയല്ലേ ചെയ്യുന്നത്? വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ വസറഫ്നൽ ആയാത്ത്, നിങ്ങളുടെ പരിസരത്തിലുള്ളതായ പട്ടണങ്ങളിൽ
നാം പല ജനങ്ങളെ നശിപ്പിച്ചില്ലേ, നിങ്ങൾക്കതിലൂടെ പാഠം ഞാൻ പഠിപ്പിച്ചില്ലേ. പണ്ട് അള്ള ചോദിച്ച ചോദ്യം നമുക്കൊക്കെ ഇപ്പോഴും തോന്നുകയാണ്. ആ ചോദ്യം നമ്മുടെ മുമ്പിൽ കൂടി വിട്ടടക്കും പോലെ. ഖുർആൻ്റെ പ്രത്യേകതയാണത്. ഏത് കാലഘട്ടത്തിലും ജീവിച്ചു കൊണ്ടേയിരിക്കുന്നതായ സാധനമാണ് ഖുർആൻ. ഈ യുഗത്തിൽ എന്തൊക്കെ നടക്കുന്നു നാം കേൾക്കുന്നത് പോലെ. ഈ ഷാമ് കവി പറഞ്ഞ പദം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഉമ്മത്തി ഹല്ലക്കി ബൈനൽ ഉമമി മിമ്പറുൽ ലിസ്സൈഫി ഔലിൽ ഖലമി. നീണ്ട പദ്യങ്ങളാണ്. അദ്ദേഹം പല പദ്യങ്ങൾ പാടിയ കൂട്ടത്തിൽ നല്ല പദ്യമായിട്ട് ഞാൻ കണ്ടതാണത്. ഉമർ ബുരീഷ എന്ന പേര് മരിച്ചുപോയി. എന്താ ചോദിക്കുന്നത്? അല്ലയോ എൻ്റെ ഉമ്മത്തെ, സമൂഹമേ, നിനക്ക് വല്ല മെമ്പറുണ്ടോ? നിന്നെ പറയാൻ പറ്റുന്ന, നിൻ്റെ കാര്യം പറയാൻ പറ്റുന്ന വല്ല സ്റ്റേജുണ്ടോ? നിങ്ങൾ കേൾക്കുന്നില്ലേ എത്ര സത്യാഗ്രഹങ്ങൾ, പുറപ്പെടലുകൾ നമ്മുടെ പരിസരത്തിൽ കാണുന്നു. ആരെങ്കിലും മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞോ? ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞോ? മതത്തെക്കുറിച്ച് പറഞ്ഞോ? ദീനെക്കുറിച്ച് പറഞ്ഞോ? ദീൻ പറഞ്ഞിട്ടാണോ പുറപ്പെട്ടതൊക്കെ? പളയെക്കുറിച്ച് പറഞ്ഞിട്ടാ, പട്ടിണി പറഞ്ഞിട്ടാണ് പറയുന്നത്, പുറപ്പെടുന്നത് അല്ലേ? വെറും പട്ടിണി പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. ഇതുവരെ ഈ കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്നും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കട്ടെ. ഇസ്ലാമിൻ്റെ കോട്ടകളിൽ അവസാനം ശേഷിക്കുന്ന ഒരു കോട്ടയാണിത്, സൗദി അറേബ്യ. ഈ കോട്ടയല്ലാതെ നമുക്ക് അഭിമാനിക്കാനുള്ള കോട്ട ഇന്ന് ലോകത്തെവിടെയുമില്ല. ഉണ്ടോ? ഇല്ല. ഇസ്ലാമിനെ ധൈര്യസമേതം ഞങ്ങൾ ഇസ്ലാമിക നിയമം ഇവിടെ നടപ്പാക്കുന്നു എന്ന് പച്ചയിൽ പറയുന്ന നാട് എവിടെയുണ്ട് ലോകത്തിൽ? സലാം പറയുന്ന, വാർത്തയിൽ തക്ബീർ ചെല്ലുന്ന, സലാത്ത് ചെല്ലുന്ന, സലാം പറയുന്ന, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ പറയുന്ന, പരസ്യമായി എയർപോർട്ട് അനൗൺസ് ചെയ്യുന്നതായ അതേ സ്പീക്കറിൽ ബാങ്ക് വിളിക്കുന്ന, പ്ലെയിൻ പറക്കാൻ തുടങ്ങുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഉണ്ടോ? വേറെ പ്ലെയിനുകളിലുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ ദുർലഭമാണ്. പക്ഷെ അതൊക്കെ രോമാഞ്ചമുണ്ടാക്കുന്ന ഭാഗമാണ്. എയർപോർട്ടിലും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്റ്റാരന്മാർ വന്നിട്ട് ഇമാമത്ത് നിന്നിട്ട് നിസ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടുകളും മറ്റു പരിസരത്തിലുള്ളതായ, ഞാൻ പല അറബ് രാഷ്ട്രം സന്ദർശിച്ച ആളാണ്, അനറബ് രാഷ്ട്രം സന്ദർശിച്ച ആളാണ്, എനിക്ക് പരിചയമുണ്ട്. അവിടെയുള്ള എയർപോർട്ടുകളൊക്കെ നിസ്കരിക്കാൻ തന്നെ സ്ഥലം കിട്ടൂല, പാത്താനും സ്ഥലം കിട്ടില്ല. നിസ്കരിക്കാൻ മാത്രമല്ല, മുസ്ലിം പാത്തലുണ്ടല്ലോ, അതില്ല. മുസ്ലിങ്ങളല്ലാത്തവർക്ക് പാത്താനുള്ള, അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ അപകടത്തിൽപ്പെട്ടു പോയ ഫിറ്റ് പാൻറ്റ് ധരിച്ചിട്ട് അപകടത്തിൽപ്പെട്ടു പോയവർ പാത്താനുള്ള ആ സാധനം അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പാത്തുമ്പോൾ അങ്ങനെയുള്ള പാത്തുന്നവർക്ക് നിസ്കാരമില്ല. എന്തുകൊണ്ട്? പകുതി അവിടെയും പകുതി പാൻറ്റിലും പകുതി പുറത്തും, അങ്ങനെ 3 ഡിവൈഡായിട്ടാണ് മൂത്രം പുറത്ത് വരിക. അതെ സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വരുന്നത്, നാം തവക്കുൽ പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ് അള്ളാഹുവിലേക്ക്. അള്ളാഹ് കൽപ്പിച്ചതുപോലെയുള്ള തവക്കുൽ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മെ ലോകം പേടിക്കും, നമുക്ക് ലോകത്തിൽ ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല. ഏതുപോലെ സഹാബാക്കളെ ലോകം പഠിച്ചതുപോലെ താബിഈങ്ങളെ ലോകം പഠിച്ചതുപോലെ ചോദിക്കാണ്. റഷ്യയുടെ കവാടങ്ങളിൽ നിന്നിട്ട്, അതുപോലെ തന്നെ ബിലാദ് വറാ അന്നഹറിൻ്റെ കവാടങ്ങളിൽ നിന്നിട്ട് നിങ്ങളുടെ കൂടെ സഹാബാക്കളുണ്ടോ? റസൂൽ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം വരും. നിങ്ങൾ പോരാടുന്ന വേളയിൽ, നിങ്ങൾ നാടുകൾ റിപ്പബ്ലിക്കാക്കിക്കൊണ്ടേയിരിക്കുന്ന വേളയിൽ കവാടങ്ങളിൽ ചോദിക്കപ്പെടും, മുഹമ്മദ് നബിയുടെ അനുയായികൾ നിങ്ങളുടെ കൂടെയുണ്ടോ എന്ന്. ഉണ്ട് എന്ന് നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് നാട് റിപ്പബ്ലിക്കാക്കി കിട്ടും. പിന്നൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ നിങ്ങൾ നാടുകൾ റിപ്പബ്ലിക്കാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ നാട്ടുകാർ ചോദിക്കും, നിങ്ങളുടെ കൂടെ നബിയുടെ കൂടെയുള്ള സഹാബാക്കളെ കണ്ടവരുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പോഴും നിങ്ങൾക്ക് നാട് തുറന്നു കിട്ടും. എന്താ കേൾക്കുന്നത്? നിങ്ങളുടെ കൂടെ തോക്കുണ്ടോ എന്നല്ല ചോദ്യം, ബോംബുണ്ടോ എന്നല്ല ചോദ്യം, നിങ്ങളുടെ കൂടെ ആയുധമുണ്ടോ എന്നല്ല ചോദ്യം. ആ റസൂലുമായി എന്തെങ്കിലും ബന്ധമുള്ള മനുഷ്യന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല എന്ന് പേടി. തുറക്കുന്നു വാതിൽ. സംഭവിച്ചു. ഖുറാസാനിൽ സംഭവിച്ചു, ബിലാദ് വറാ അന്നഹറിൽ സംഭവിച്ചു, റഷ്യയിൽ സംഭവിച്ചു, ബുഖാരി ഇമാമിന്റെ നാട്ടിൽ സംഭവിച്ചു, ചൈനയിൽ വരെ സംഭവിച്ചു. ചൈനക്കാർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല, കീഴടങ്ങാം. എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങൾ എന്തടക്കാം? ജിസിയ, എന്തായാലും പറയാം, കപ്പം അടക്കാൻ തയ്യാറാണ്, ഞങ്ങൾ യുദ്ധത്തിനില്ല.
എന്തോ ഒരു അന്തസ്. ഭൂമിയിൽ സ്വർഗീയ ജീവിതം, ഭൂമിയിൽ തന്നെ സ്വർഗീയ ജീവിതം. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ അത് ഒരു കഥയായി തോന്നുകയാണ്. അത് സംഭവിച്ചതാണ്. 1000ഓളം വർഷം സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നാം ആണ് ഭരിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. അതെ, ഈ തവക്കുൽ അങ്ങനെയുള്ള രംഗത്തിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതിലേക്ക് തെളിവായിട്ട് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മദീന ഹിസ്റ്ററിയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതായ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഉംറയ്ക്ക് വേണ്ടി വന്നവർക്കും പാഠം പഠിക്കാനായി ഇവിടെ നടന്നതായ നമ്മുടെ ബേക്കിൽ സ്ഥിതി ചെയ്യുന്നതായ ഉഹദ് പർവ്വതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയും സഹാബാക്കളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ തന്നെ ആയിഷയോട് പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം നടന്നത് അത് 2 തവണയാണ്. ഒന്ന് തായിഫിൽ കല്ലേറ് കൊണ്ട തവണയാണ്, 2 ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ടാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയുള്ള സംഭവത്തിൽ നബിക്ക് ഏറ്റവും അങ്ങേയറ്റം ഇഷ്ടമുള്ള സഹാബാക്കൾ അൻസാറുകൾ 7ഓളം പേര് നബിയുടെ മുമ്പിൽ വെച്ചിട്ട് നിലംപതി സംഭവവും നബിക്ക് തന്നെ പരിക്കേറ്റിട്ട് അനുവിൻ്റെ സഹായത്തോടു കൂടി സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ 10 ആൾ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി കുന്നിൻ്റെ മീതെ അഭയം തേടാൻ വേണ്ടി കുന്നിൻ്റെ മീതെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയെ കയറ്റി ഇരുത്തിയതായ രംഗവും നബിയുടെ തലയിൽ നിന്നിട്ട് ഇങ്ങനെ ചോര കുത്തി ഒലിച്ചതായ സംഭവവും നബിയുടെ മുമ്പല്ല നഷ്ടപ്പെട്ട സംഭവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോർക്കളത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന വേളയിൽ അബു ആമിർ റാഹിബി എന്ന പടുവിഡ്ഢിയായ കാപ്പട്യത്തിൻ്റെ തലവന്മാരിൽ ഒരാളായിരുന്നതായ ആ മനുഷ്യൻ, ആ ക്രിസ്ത്യാനിയായ അറബി കുഴിച്ചതായ പൊട്ടക്കിണറിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി വീഴുകയും ചെയ്തതായ രംഗം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ റസൂൽ പറയാറുണ്ട് ഉഹദ് പർവ്വതത്തെക്കുറിച്ച്, ഉഹദ് പർവ്വതത്തിനെ നാം സ്നേഹിക്കുന്നു, നമ്മെ അതും സ്നേഹിക്കുന്നു എന്നഥവാ സ്നേഹിക്കാൻ മാത്രം പാഠം ആ പർവ്വതം, ആ അന്തരീക്ഷം, ആ ചുറ്റുപാട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലോക നേതാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക് പാഠമുണ്ട്, മുസ്ലിം ലോക പ്രവർത്തകന്മാർക്ക് പാഠമുണ്ട്, മുസ്ലിം ലോക കമാൻഡർമാർക്ക് പാഠമുണ്ട് എന്ന് പറയും പോലെ ആ സംഭവം നടന്ന ശേഷം 1000ഓളം വരുന്നതായ സഹാബാക്കൾ, 1000ൻ്റെ താഴെയായിരിക്കാം, 300 പേര് സ്ഥലം വിട്ടല്ലോ. അങ്ങനെ ആ ഉഹദ് പോർക്കളത്തിലേക്ക് ചെന്ന സഹാബാക്കൾ എല്ലാവരും ഏകദേശം 70 പേരോളം ഷഹീദായവരൊഴിച്ച് 65 അൻസാറുകൾ, 5 മുഹാജിറുകൾ, 70 പേര് ഷഹീദായവരൊഴിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ വീട്ടിലേക്ക് പരിക്കേറ്റ് കൊണ്ടുവരുന്ന രംഗമാണ് പിന്നെ മുസ്ലിം ലോകം കണ്ടത്, പഠിച്ചത്, കേട്ടത്. നബി അടക്കം പരിക്കേറ്റിട്ട് ആണ് വരുന്ന രംഗം. ഒന്നിരിക്കലോ കൈയില്ല, അല്ലെങ്കിൽ കാലില്ല, അല്ലെങ്കിൽ കണ്ണില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ പല അവയവങ്ങളില്ല. അപ്പോഴാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വാർത്ത കിട്ടുന്നത്. എന്ത്? മക്ക കാഫിരീങ്ങളെ റസൂലുള്ളാഹിക്ക് സഹാബാക്കൾക്ക് ഇവിടെ നിന്ന് മദീനയിൽ നിന്നിട്ട് പുറത്താക്കാനുള്ള കഴിവ്, ആ വീര്യം നൽകുകയുണ്ടായി. ആ വീര്യം അല്ലാഹ് നൽകിയത് കൊണ്ട് തന്നെ അവരെ ഇവിടുന്ന് പുറം തള്ളുകയും ചെയ്തു. പുറം തള്ളിയ ശേഷം പിന്നെ കിട്ടിയ വാർത്തയാണ് അവർ വീണ്ടും ഒന്ന് ഒരുങ്ങി വരുന്നുണ്ട് എന്ന സംഭവം. ഇത് കേട്ടപ്പോൾ പരിക്കേറ്റതായ സഹാബാക്കൾ, വിശ്രമിക്കാത്തതായ സഹാബാക്കൾ അവിടുന്ന് തന്നെ എന്തു ചെയ്തു? അല്ലാഹ് പറയുന്നു ഖുർആനിൽ, الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. തവക്കുലിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ രംഗം. الذين قال لهم الناس, ഒരു വിഭാഗത്തെക്കുറിച്ച് ആരാണ് നാസ് പറഞ്ഞു? ഇന്നന്നാസ, നാസ്, ആദ്യത്തെ നാസ് ആരാണ്? ആദ്യത്തെ നാസ് കപട വിശ്വാസികൾ, രണ്ടാമത്തെ നാസ് മക്കക്കാർ. മനസ്സിലാക്കണം, ആദ്യത്തെ നാസ് കപട വിശ്വാസികൾ പറഞ്ഞു. ആരോട്? മുസ്ലിങ്ങളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നന്നാസ, മക്കക്കാര്, ഖദ് ജമഉ ലക്കും, നിങ്ങളോട് മല്ലിടാൻ വേണ്ടി, മത്സരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒരുങ്ങി വരുന്നുണ്ട് എന്ന്. ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് അവർ പേടിപ്പിച്ചു. അള്ളാഹ് പറയുന്ന അള്ളയാണ്. എന്തോ ഒരു സർട്ടിഫിക്കറ്റ് മദീനക്കാർക്ക്, മദീന സഹാബക്കൾക്ക് അള്ളാഹ് നൽകുന്ന സർട്ടിഫിക്കറ്റ് കേട്ടോളി കൂട്ടരെ. ഫസാദഹും ഈമാന, ആ സഹാബാക്കളുടെ ഈമാൻ വർദ്ധിച്ചു. അതാണ്, ഈമാൻ വർദ്ധിച്ചു. അത് കേട്ടപ്പോൾ ഈമാൻ കുറഞ്ഞതല്ല, ഇനിയും പോകാനോ, ഞങ്ങൾ പരിക്കേറ്റിട്ടില്ലേ, അള്ളാഹ് ഇനിയും ഞങ്ങളെ പരിശോധിക്കുകയാണോ, ഞങ്ങളുടെ കണ്ണില്ലല്ലോ, കാലിലല്ലോ, കയ്യിലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്ന് അള്ളാഹ് പറയുമ്പോൾ പോരെ. എന്നിട്ട് അള്ളാഹു പറയുന്നു വഖാലു, അവർ അപ്പോൾ പറഞ്ഞത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അള്ളാഹ് ഞങ്ങൾക്ക് മതി, അള്ളാഹുലേക്ക് ഞങ്ങളെല്ലാം വരമേൽപ്പിക്കുന്നു. ഇതാണ് തവക്കുലിൻ്റെ ഒത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ രംഗം. നമുക്ക് സാധിക്കുമോ?
നമുക്ക് സാധിക്കുമോ? പ്രസവ വേദന പ്രയാസമുള്ളതാണ് ഭാര്യയുടെന്ന് കണ്ടാൽ തൗഹീദ് കുന്നുകയറുന്നു പലരുടെയും. എന്തെല്ലാം പറയുന്നു. എന്താ ഇത്ര കാലം ഞാൻ ദഅവത്ത് നടത്തി, ഇത്ര കാലം ഞാൻ പ്രസംഗിച്ച്, ഇത്ര കേസറ്റൊക്കെ വിതരണം ചെയ്തിട്ട് അള്ളാഹ് എന്താ എൻ്റെ ഭാര്യയെ പെട്ടെന്ന് എളുപ്പത്തിൽ പ്രസവിപ്പിച്ചുകൊണ്ടതൊക്കെ തോന്നല. നമുക്ക് നമ്മുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം. നേതാക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ, നേതാക്കൾ പ്രയാസപ്പെട്ട രംഗം കേൾക്കുമ്പോൾ നമുക്കൊരു പോയ സ്വർഗത്തിലേക്ക് പോകേണ്ടതില്ലേ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ വാഗ്ദാനം ഖുർആനോട് ചെയ്തതല്ലേ? സർവ്വ സഹാബാക്കൾ, അറിവില്ലാത്തവർ സഹാബാക്കളെ ചീത്ത പറയുന്നുണ്ട് കേരളത്തിൽ, ലോകത്തിൽ പലയിടങ്ങളിലും. അരുത് അരുത് അരുത്. അള്ളാഹ് പറയുന്നു, മക്ക റിപ്പബ്ലിക്കിന് മുമ്പ് മുസ്ലിമായവരാവട്ടെ, മക്ക റിപ്പബ്ലിക്കിന് ശേഷം മുസ്ലിമായവരാവട്ടെ, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സഹാബാക്കളും റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവർ മുഴുവനും സ്വർഗവാസികളാണെന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞ കാര്യമാണ് കൂട്ടരേ. എല്ലാ സഹാബാക്കളും സ്വർഗവാസികൾ. അവരിലാണ് നാം മാതൃക കണ്ടെത്തേണ്ടത്. അപ്പോഴാണ് ഞാൻ തവക്കുലാക്കുന്നുണ്ടോ എൻ്റെ ബിസിനസ് കാര്യത്തിൽ, തവക്കുലാക്കുന്നുണ്ടോ എനിക്ക് ചിലപ്പോൾ ബിസിനസ്സിൽ പ്രയാസം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, കഫീലിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ. ഉദാഹരണം മാത്രമാണ്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസുഹും സൂ വത്തബഉ റിദ്വാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഏകദേശം തവക്കുൽ മനസ്സിലാക്കിയല്ലോ. ഈ സഹാബാക്കളുടെ തവക്കുൽ, നമ്മുടെ തവക്കുൽ. നാം തൗഹീദിൻ്റെ ഉടമകളാണെങ്കിൽ ആ തൗഹീദ് നമ്മളിലുണ്ടോ എന്ന് ഇല്ലേ എന്ന് ഒരു തെർമോമീറ്ററായിട്ട് മനസ്സിലാക്കിയാൽ മതി. തെർമോമീറ്റർ ഉണ്ടല്ലോ, ഈ പനി ഉണ്ടോ ഇല്ലേ നോക്കുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. അതുപോലെയായിട്ട് നിങ്ങൾ തവക്കുലിനെ മനസ്സിലാക്കുക. പ്രശ്നം വരുന്ന സമയത്ത് അള്ളാഹിലേക്ക് ബരമേൽപ്പിക്കാനുള്ള തൻ്റെ ഇടം, ഒരുക്കം, തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ തൗഹീദ് ശരിക്ക് സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാം. ഇല്ലെങ്കിൽ എൻ്റെ തൗഹീദിന് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കാം. രണ്ടാമത്തെ ഇനത്തിൽ നമ്മെ അള്ളാഹ് പെടുത്താതിരിക്കട്ടെ. അതെ, ഇങ്ങനെയുള്ള രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ പറയുന്നതായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, കണ്ടില്ലേ? മൂസയുടെ ഉമ്മയെക്കുറിച്ച്. ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹസനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. കുഞ്ഞോമന പൈതലിനെ കടലിലേക്ക് വലിച്ചെറിയ. എന്താണത്? അല്ലാഹ് പറഞ്ഞു, തീർന്നു. അല്ലാഹ് പറഞ്ഞു, ഒരു പെണ്ണെ നബിയോ അല്ല, റസൂലോ അല്ല, ഒരു സാധാരണ പെണ്ണാണ് മൂസയുടെ ഉമ്മ. എന്താ പ്രശ്നം? അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിൽ വിശ്വാസമാണ്. തവക്കുലാക്കി കുഞ്ഞോമന പൈതലിനെ, മൂസയെ വലിച്ചെറിഞ്ഞു. ഖുർആൻ പറയുന്ന കഥയാണ്. സൂറത്തുൽ ഖസസിൽ തുടക്കത്തിൽ തന്നെ കാണാം സംഭവം. ഇത് നമ്മുടെ നേതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് മുസ്ലിമിലുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിൻ്റെ വിശദാംശമായിട്ട് വേറെ ചില ഹദീസുകളിൽ കാണാം. ജിബ്രീൽ ഇറങ്ങിയ രംഗം. ആയുധത്തിലാണെങ്കിൽ ആയുധത്തിൽ എങ്ങനെയാണെന്ന് അറിയുകയില്ല. സംഭവം വലിച്ചെറിയപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്ന രംഗത്ത് മഹാനായ ജിബ്രീൽ വന്ന് ചോദിക്കുന്നു, എന്നിലേക്ക് വല്ല ആവശ്യമുണ്ടോ? മഹാനായ ഇബ്രാഹിം എന്ത് പറഞ്ഞു? അമ്മ ഇലൈക ഫല, നിങ്ങളിലേക്ക് ഒരാവശ്യം എനിക്കില്ല. അമ്മ ഇലല്ലാ, അള്ളാഹുവിലേക്ക്. ഫഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, അള്ളാഹ് എനിക്ക് മതി, ഏൽപ്പിക്കാൻ പറ്റിയവൻ അവൻ മാത്രമാണ് എന്ന തവക്കുൽ, ആ ബരമേൽപ്പിക്കൽ, അത് നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ തവക്കുലോടുകൂടി കടൽ വിട്ടുകടന്ന, ബഹ്റൈൻ വിട്ടുകടന്ന സഹാബാക്കളെ നാം കണ്ടിട്ടുണ്ട്. തവക്കുൽ. നിങ്ങൾക്ക് പോകാൻ വഴിയില്ല, കപ്പലൊക്കെ പോകാനുള്ള ചാൻസ് പട്ടാളക്കാർ നൽകുന്നില്ല, വഞ്ചങ്ങോട്ട് പോകാൻ പറ്റൂല, എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഞാൻ കടലിൽ കൂടി അല്ലെങ്കിൽ പുഴയിൽ കൂടി നടക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതായ ബഹ്റൈൻ അമീറാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ മാറിയിരുന്ന വ്യക്തിയാണെന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു സഹാബിയുടെ ചരിത്രം ഞാൻ പഴയ കാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. ഞാൻ പറയുന്നത് അവർക്കൊന്നും പ്രശ്നമല്ല. കടലിലേക്ക്, ഈ കടൽ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിൻ്റെതാണ്. അള്ളാഹുവിലേക്ക് ഒരാൾ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. മലക്കുകൾ ബദറിൽ ഇറങ്ങിയില്ലേ? മലക്കുകൾ ഉഹദിൽ ഇറങ്ങിയില്ലേ? മലക്കുകൾ ഉഹദിൽ ഇറങ്ങിയില്ലേ? അല്ലേ? സംശയമുണ്ടോ? ആരാണ് ഹൻളലൻ്റെ മയ്യത്ത് ഒളിപ്പിച്ചത്?
മലക്കളല്ലേ? ആരാണ്? അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ഹറാം എന്ന ആ മഹാ സഹാബിയുടെ മയ്യത്തിൻ്റെ മീതെ തണലിട്ടത്. റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ വാപ്പയുടെ മയ്യത്തിൻ്റെ മീതെ തണലിടുകയാണ് മലക്കുകൾ. മലക്കൾ അവിടെ ഉഹദ് പോർക്കളത്തിൽ ഇറങ്ങി. അതെ, ഖന്തഖിൽ മലക്കൾ ഇറങ്ങി. മലക്കൾ ഇറങ്ങേണ്ടി വരുമ്പോൾ അള്ളാഹു മലക്കൾ ഇറക്കി. എന്താ പ്രവർത്തിച്ച പിന്നിൽ? തവക്കുലാണ്. തവക്കുൽ, അള്ളാഹിലേക്ക് ബരമേൽപ്പിക്കുമ്പോൾ കിട്ടേണ്ടത് കിട്ടും പോലെ കിട്ടുന്നു. അതുകൊണ്ട് നാം ഏത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഷാഫിയിലേക്ക് ചേർത്ത് പറയപ്പെടാറുള്ള പദ്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാണ്. ദഅൽ അയ്യാമ തഫ്അൽ മാ തശാ ദഅൽ അഖ്ദാറ. അയ്യാം എന്ന് പറയാൻ ശരിയല്ല. ദഅൽ അഖ്ദാറ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. ദഅൽ അഖ്ദാറ തഫ്അൽ മാ തശാ. അള്ളാഹിൻ്റെ വിധികൾ ചെയ്യും പോലെ ചെയ്യട്ടെ. വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാ. അള്ളാഹിൻ്റെ വിധി ഇവിടെ നടക്കുമ്പോൾ നിനക്ക് ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണം. നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി നീ മാറണം. അള്ളാഹ് കാട്ടും പോലെ കാട്ടട്ടെ, അള്ളാഹ് ചെയ്യും പോലെ ചെയ്യട്ടെ എന്ന ബോധം, എന്ന തോന്നൽ. വലാ തജ്സഅ ലിഹാദിസത്തിൽ ലയാലി ഫമാ ലിഹവാദിസിദ് ദുനിയാ ബഖാഉ. രാത്രികളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ടിട്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല. അവിടെ എന്ത് കാണുന്നു, ഇവിടെ എന്ത് കാണുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, അതൊക്കെ സ്ഥിരമായി നിൽക്കുന്നതല്ല. ഇന്ന് നിനക്ക് സന്തോഷം, ഇന്ന് നാളെ നിനക്ക് പ്രയാസം, മറ്റന്നാൾ സന്തോഷം, പിറ്റന്നാൾ പ്രയാസം. ഈ ഭൂമിയുടെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷേ നീ മുതവക്കിലാണെങ്കിൽ എല്ലാറ്റിനും പ്രശ്നം പരിഹരിക്കാൻ തവക്കുലിലൂടെ സാധിക്കുമെന്ന് പറയും പോലെ. വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദൻ വശീമതുക സമാഹതു വൽ വഫാഉ. എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ നല്ല പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടു കൂടിയാണ് പ്രയാസങ്ങളെ നീ സ്വീകരിക്കേണ്ടത്. നിന്റെ ചിഹ്നമായി മാറേണ്ടതാണ് വഫാ. ഷാഫിയിലേക്ക് ചേർത്ത് പറയുന്നതാണ്. ഏതായാലും പണ്ഡിതന്മാർ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയ സവാഉ. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ. നീ ഉള്ളത് മതി, കിട്ടിയത് മതി, 10 റിയാലെങ്കിൽ 10 റിയാൽ, അള്ളാഹ് തന്നത് മതി എന്ന വിശ്വാസത്തിൽ കൂടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവും നീയും തുല്യനാണ്. ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവും നീയും തുല്യനാണ്. എന്താ? ഒരുപക്ഷെ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവ് അദ്ദേഹത്തിന് എന്തു കിട്ടിയാൽ തികയിലുണ്ടാവില്ല. അവനേക്കാളും നല്ല ആളാണ് ഏത്? ഖനാഅത്തി എന്ന് പറയുന്ന സൽസ്വഭാവമുള്ള വ്യക്തി. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അള്ളാഹ് തന്നത് മതി, അള്ളാഹ് ഖിസ്മ് ചെയ്തത് മതി, അള്ളാഹ് ഓഹരി വെച്ചത് മതി, അതിനപ്പുറം പിന്നെ ഞാൻ പ്രയാസമുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന ബോധമുണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ സന്ദർഭത്തിൽ പറയൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയതായ ഒരു പ്രാർത്ഥനയുണ്ട്. രാവിലെ എപ്പോഴും പുറപ്പെടുമ്പോൾ പറയേണ്ടതാണ്. എവിടേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയേണ്ടതാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വഅതസംതു ബില്ലാഹി വഫവ്വദു അംരി ഇലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതൊന്നും പറയാൻ പരിപൂർണമായി അറിയുന്നില്ലെങ്കിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹിലേക്ക് ബരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിറങ്ങുക. ഈ തവക്കുൽ വളരെ അനിവാര്യമാണ്. അള്ളാഹിലേക്ക് തവക്കുലില്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹിലേക്ക് തവക്കലാക്കിയാൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹിലേക്ക് ഒരാൾ ബരമേൽപ്പിച്ചാൽ അള്ളാഹുവിന് മതി എന്നതോർത്ത് ചെല്ലിയാൽ എല്ലാം മല പോലെ വരുന്നത് മഞ്ഞ് പോലെയായി മാറും. ചിലപ്പോൾ ഭയങ്കര ആക്സിഡൻ്റ് ആവും, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, കാറ് വെടുക്കായിട്ടുണ്ടാവും. അത് അള്ളാഹിൻ്റെ കാറ് വെടുക്കാവരായിരിക്കും. അത് പിന്നെ എന്ത് ക്ലിയർ ആക്കിയാൽ മതി. അൽഹംദുലില്ലാ, റൂഹ് രക്ഷപ്പെട്ടല്ലോ, റൂഹ് ആത്മാവുകൾ രക്ഷപ്പെട്ടല്ലോ എന്ന് തോന്നും. അതെ, പ്രാർത്ഥിക്കുമ്പോഴുള്ള അതാണ്. ഈ പ്രാർത്ഥന വേണ്ടാന്ന് വെക്കുമ്പോഴാണ് പലപ്പോഴും, പ്രാർത്ഥന വിട്ടുപോകുമ്പോഴാണ്, പ്രാർത്ഥന ഒഴിവാക്കുമ്പോഴാണ് പലപ്പോഴും അപകടത്തിൽ പെടുന്നവർ പെടാറുള്ളത്. വിടരുത്, ഒഴിവാക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി വഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യുഖാലു ഹീനഇദിൻ. ആ സന്ദർഭത്തിൽ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, ഹുദീത വകുഫീത വഉഖീത ഫതനഹ അശ്ശൈത്താൻ ഫതനഹ ലഹു അശ്ശൈത്താൻ. നിന്റെ
നീ സന്മാർഗം നൽകപ്പെട്ടു, നീ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട മനുഷ്യനായി മാറി, നിന്റെ ശത്രുക്കൾ നിന്നിട്ട് നീ രക്ഷപ്പെട്ടു എന്നവിടുന്ന് പറയപ്പെടും. അപ്പോൾ പിശാച്ച് മാറി നിൽക്കുമ്പോൾ പിശാച്ച് എവിടെയും പിശാച്ചല്ലേ, ഏത് ജുനൂദ് ഇബ്ലീസേ മിനൽ ഇൻസി എന്ന് ഖുർആനിലൊരു ശൈലിയുണ്ട്. എന്ത്, നിങ്ങൾ മനുഷ്യന്മാരെക്കാളും കൂടുതലായിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ശൈലി. മനുഷ്യന്മാരെക്കാളും കൂടുതലാണ് പിശാച്ചേട്ടാ. ജിന്ന് നമ്മളെക്കാളും കൂടുതലാണ്. നാം ഈ പറയുന്ന ഇന്ത്യയിൽ 1000 മില്യൺ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നുമല്ല ജിന്ന് എന്നൊക്കെ പറഞ്ഞാൽ. ജിന്ന് അവരിലൊക്കെ കൂടുതലാണ്. അവർ ഇവിടെ നമ്മൾ വരുന്നതിന് മുമ്പുള്ള ആൾക്കാരാണ് ഭൂമിയിൽ. ആര്? ജിന്നുകൾ. മനുഷ്യന്മാർ ആദം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ താമസിച്ച് കുടിയേറി പാർത്തവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗം മലക്കളിലൂടെ നടത്തുമ്പോൾ തന്നെ ശൈത്താൻ ഈ ഇങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യൻ്റെ വഴിയിൽ നിന്നിട്ട് പിശാച്ച് വഴിമാറും. അപ്പോൾ മാറുമ്പോൾ ബേക്കിലുള്ള പിശാച്ച് അവനോട് പറയും, എന്ത്, കൈഫലക ബിറജുലുൻ ഖദ് ഹുദിയ വകുഫിയ വഖിയ, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? നിന്നിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞ വാക്കിലൂടെ അവന് വഴി ക്ലിയറായി കിട്ടി, അവന് പ്രശ്നം പരിഹരിക്കപ്പെട്ട് കിട്ടി, അവൻ്റെ ശത്രുക്കൾ നിന്നിട്ട് അവൻ മുക്തനായി. അതുകൊണ്ട് അവൻ്റെ കൂടെ കൂടിയിട്ട് പ്രയോജനമില്ല. രണ്ടാമത്തെ ഇബ്ലീസ് ആദ്യത്തെ ഇബ്ലീസിനോട്, രണ്ടാമത്തെ പിശാച്ച് ആദ്യത്തെ പിശാച്ചിനോട് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നാം ഇത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ പറപ്പായിട്ട് പിശാചുണ്ട് എന്ന വിശ്വാസം വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് നാം നിന്നിട്ട് പലരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ധാരാളം സുന്നത്തുകൾ നഷ്ടപ്പെടുന്നു, ഫർളുകൾ നഷ്ടപ്പെടുന്നു, ജമാഅത്തായിട്ട് പോയി നിസ്കരിക്കുന്ന നിസ്കാരം നഷ്ടപ്പെടുന്നു. നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, അവയവം കൊണ്ട് പിശാച് നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു പറഞ്ഞ ശൈലിയുണ്ടെന്ന് നാം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്, നാം പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്നതാണ്. നിങ്ങൾ കേട്ട ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജാമിഉൽ ഉസൂൽക്കാരൻ പറയുന്നു ഹദീസ് സഹിഹാണ് എന്ന്. ഞാൻ അല്പം നീട്ടിയെന്ന് നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കും, തുടങ്ങാൻ അല്പം താമസിച്ചുകൊണ്ട് നീട്ടിയാണ്. പക്ഷേ ചോദ്യോത്തരത്തിന് വേദി ഇന്ന് പ്രത്യേകം നൽകുന്നു, സന്ദർശകരെ പരിഗണിച്ചുകൊണ്ട്. മദീനത്തെ പള്ളിയിൽ നിന്നിട്ടും അതുപോലെ മദീന പരിസരത്തിൽ നിന്നിട്ടും സന്ദർശകരായ ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഞാൻ നിർത്താണ്. പണ്ട് ഹജ്ജ് സീസണിൽ ഹാജിമാരെ ഇവിടെ കൊണ്ടുവന്നവരെന്ന പേരിൽ പലർക്കും നാം സമ്മാനങ്ങൾ സമർപ്പിച്ചപ്പോൾ ഡോക്ടർ സത്താർ നാട്ടിലായിരുന്നു. അദ്ദേഹം എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് സമ്മാനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത് അദ്ദേഹം വന്ന് വാങ്ങട്ടെ. ചോദ്യങ്ങളൊന്നുമില്ല. മക്കയിലാണ് എങ്കിൽ മർജുഹായ അഭിപ്രായം, റാജിഹായ അഭിപ്രായമല്ല. റാജിഹായ അഭിപ്രായം മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ മാത്രമാണ്, മസ്ജിദുൽ ഹറാമായി കെട്ടിയ വികസിപ്പിച്ച പള്ളിയിലും നമസ്കരിച്ചാൽ മാത്രമാണ് ലക്ഷത്തിൽ പരം കൂലി മക്കത്ത് കിട്ടുക, എന്നല്ലാതെ മക്കയിൽ എവിടെയും നിസ്കരിച്ചാലല്ല എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം. തെളിവും അതിനാണ് കൂടുതൽ ശക്തിയായ തെളിവുള്ളത്. മർജുഹായ അതിന് നേരെ വിപരീത ഒരു അഭിപ്രായമുണ്ട്. മക്ക മുഴുവനും എന്താണ് മസ്ജിദുൽ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞ ശൈലി എടുത്തുകൊണ്ട് പറയുന്നവരുണ്ട്. മക്കയിൽ എവിടെ നിസ്കരിച്ചാലും ലക്ഷത്തിൽ പരം കിട്ടുമെന്ന്. അത് മദീനയ്ക്കില്ല. മദീനയിൽ റസൂലുള്ളാഹിൻ്റെ പള്ളിയിലോ റസൂലുള്ളാഹിൻ്റെ പള്ളിയായി വികസിപ്പിക്കപ്പെട്ടതായ പള്ളിയുടെ അണ്ടറിൽപ്പെട്ട നമുക്ക് വേണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇപ്പോഴുള്ളതായ അബ്ദുള്ള രാജാവ്, അദ്ദേഹത്തെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, അദ്ദേഹം വന്ന ശേഷം കെട്ടിയ കുടകളുടെ താഴെയും നിസ്കരിച്ചാൽ പള്ളിയുടെ അണ്ടറിൽപ്പെടുത്താം നമുക്ക്. കാരണം കെട്ടിടത്തിൻ്റെ അകത്ത് ആണ് എന്ന നിലക്ക് അത് നമുക്ക് ഗണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നമസ്കരിക്കുന്നതെങ്കിൽ നിബന്ധന ഒന്നാമത്തത് സഫ് അടുക്കെത്തണം എന്നാലാണ് ജമാഅത്തിൻ്റെ കൂലി കിട്ടുക. അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല. സഫ് കട്ടാവാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം കൂടാതെയുള്ള കട്ടാവൽ കട്ടായിക്കോട്ടെ. അതെങ്ങനെയാണ്? വാതിലുകൾ വരികയാണ്, തൂണ് വരികയാണ്, മതിൽ കെട്ട് വരികയാണ്, അത് നമ്മുടെ തടസ്സമല്ല.
അല്ലാത്ത രൂപത്തിൽ നാം കരുതി കൂട്ടി സഫിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ആ രൂപത്തിലാണ് എങ്കിൽ പള്ളിയുടെ അകത്താണെങ്കിൽ, അല്ലാതെ മദീനത്തുള്ളതായ മറ്റു പള്ളികളിൽ നമസ്കരിച്ചാൽ മദീനത്തെ പള്ളിയുടെ അകത്ത് നമസ്കരിച്ച കൂലി ലഭിക്കുന്നതല്ല. മസ്ജിദ് ഖുബയിൽ പോയി പ്രത്യേകിച്ച് സന്ദർശിക്കാൻ വേണ്ടി പോയി മദീനയിൽ വന്ന ശേഷം നമസ്കരിക്കുന്നതിന് പ്രത്യേകതയുണ്ട് എന്ന് റസൂൽ പറഞ്ഞ ഭാഗമാണ്. അത് ഒരു 2 റക്അത്ത് നമസ്കാരത്തിന് ഉംറയുടെ കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുമുണ്ട്. വേറെ ആക്കിയതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്, എൻ്റെ ഖബറിനെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാവുന്നതുപോലെ പണ്ടുള്ള കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ കാലം കഴിഞ്ഞ ശേഷം ജനങ്ങൾ ഈ അന്ധവിശ്വാസത്തിലൊക്കെ മുന്നിലാണ്. ഈ അന്ധവിശ്വാസം വ്യാപകമാകൽ എപ്പോഴാണ്? സലഫ് സാലിഹ്യങ്ങളുടെ പേരിലും ഔലിയാക്കന്മാരുടെ പേരിലും നബിമാരുടെ പേരിലുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? റസൂലുള്ളാഹി ഇവിടെ വരുമ്പോൾ 1,24,000 നബിമാർ നിങ്ങൾക്ക് മുമ്പ് വന്നു പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി തന്നെ അള്ളാഹ് അറിയിച്ചതനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞ വാർത്ത അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ 1,24,000 നബിമാരിൽ നിന്നിട്ട് ഇന്ന നബിയുടെ ഖബർ ഇന്ന സ്ഥലത്താണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് സഹീൽ കാണാം റസൂലുള്ളാഹി പറയുന്ന ഭാഗം, റസൂലുള്ളാഹി നമുക്ക് നന്മയുള്ളത് മുഴുവനും പറയാതെ പോയിട്ടില്ല, തിന്മയുള്ളതിനെ തൊട്ട് റസൂലുള്ളാഹി നമ്മളോട് വാണിംഗ് നൽകാതെയും പോയിട്ടില്ല. നന്മയാണെങ്കിൽ പറയേണ്ടതാണ്, എവിടെയാണ് എൻ്റെ ശേഷം തൊട്ട് നിൽക്കുന്നതായ ശ്രേഷ്ഠതയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം എവിടെയാണ്? ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹിനോട് സംസാരിച്ച ഏക നബിയായ ഏക മനുഷ്യനായ കലീമുല്ലാഹി മൂസയുടെ ഖബർ എവിടെയാണ് എന്ന് റസൂൽ കാണിച്ചു തന്നിരുന്നേനെ. റസൂലിനെ അറിയുമെന്ന് വരെ പറയുന്നുണ്ട്, ബുഖാരിയിലുണ്ട്. എന്ത്? ഇപ്പോൾ നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലാണെങ്കിൽ ഞാൻ ബൈത്തുൽ മഖ്ദിസിൻ്റെ വലത് ഭാഗത്തുള്ളതായ കസീബിൻ്റെ താഴെ, അഥവാ ചുവന്ന മണ്ണ് കൊണ്ടുള്ള പൂഴി കൊണ്ടുള്ളതായ കുന്നിനാണ് ഖസീബ് എന്ന് പറയുക. ബദർ കണ്ടിട്ടില്ല? ബദറുള്ളതായ കുന്നുപോലത്തെ അതിൻ്റെ താഴെ ഇന്ന ഭാഗത്തിലാണ് മൂസയുടെ ഖബറെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ. കാരണം മൂസ മരിക്കാനായപ്പോൾ ആവശ്യപ്പെട്ടതാണ് പരിശുദ്ധ ഭൂമിയിലേക്ക് അള്ളാഹു അടുപ്പിക്കാൻ. അങ്ങനെ അള്ളാഹു അടുപ്പിച്ചതാണ്. അങ്ങനെ പരിശുദ്ധ ഭൂമിയിലാണ് മഹാനായ മൂസയുടെ ഖബറുള്ളത്. പക്ഷേ എവിടെയാണെന്ന് ഇന്ന് വരെ ഒരു മഖ്ലൂഖിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ലോക മുസ്ലിംകളുടെ അനിശ്ചിത നേതാവായ മദീനക്കാരനായ ഇമാമു ദാറുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയായ നമ്മുടെ ഇമാമായ മാലിക് ബിൻ അനസ് അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ലോകത്തിൽ ഭൂമിയുടെ മീതെ ഇതൊരു നബിയുടെ ഖബറാണെന്ന് 100 ഉറപ്പിച്ച് പറയാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതരുടെ ഖബർ മാത്രമേ ഉള്ളൂ. വേറൊരു നബിയുടെയും ഖബർ ഇവിടെ ഉറപ്പിച്ച് പറയാനുള്ളതില്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പോൾ ഒരു ഖബറിനെ, മഹാന്റെ ഖബറിനെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടുമ്പോൾ ഇവിടെ അപകടമുണ്ടാകുമെന്നത് ഇസ്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത്. അതുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കലോ ഖബർ കണ്ടുപിടിക്കലോ ഇല്ലാത്ത ഖബർ ഉണ്ടാക്കലോ നമ്മുടെ പദ്ധതിയല്ല, മുസ്ലിങ്ങളുടെ പദ്ധതിയല്ല, ഒറിജിനൽ അഹ്ലുസുന്ന ജമാഅത്തിന്റെ ആശയാദർശത്തിൽപ്പെട്ടതല്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റിക്കളയരുത് എന്ന്. അപ്പോൾ ഞാൻ അള്ളാഹിൻ്റെ ദൂതരായതോടുകൂടി എൻ്റെ ഖബറിൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് ഒരു ഖബറിൻ്റെ പരിസരത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ ചെയ്താൽ അത് എൻ്റെ ഖബറിനെ വരെ ബിംബമാക്കി മാറ്റലായി മാറുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അത് പറയൂലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് കൊണ്ടാണ് بألا يجعل القبر الذي قد ضمه وثنا من الأوثان فأجاب رب العالمين دعاءه. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, എന്ത്? എൻ്റെ ഖബറിനെ നീ ബിംബമാക്കി മാറ്റരുത് എന്ന്. അള്ളാഹു അതിന് മറുപടി നൽകിയതുപോലെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹ് മരിപ്പിച്ചത് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ചർച്ച വന്നു എവിടെ ഖബറടക്കണമെന്ന്. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെ മരിച്ചു അവിടെ ഖബറടക്കണം നബിയാണെങ്കിലെന്ന്. അവിടെ തന്നെ ഖബറടക്കാൻ അള്ളാഹ് നിർബന്ധിപ്പിച്ചതുപോലെ അവിടെ ഖബറടക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു?
മറച്ചു, മനുഷ്യദൃഷ്ടിയിൽ നിന്നിട്ട് മറച്ചു. എപ്പോൾ 1-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വൻമതിൽ ഇവിടെ ഉണ്ടാക്കപ്പെട്ടു. ആ വൻമതിൽ എങ്ങനെ ഉണ്ടാക്കി, എന്തിനുണ്ടാക്കി എന്ന് ചോദ്യം തന്നെ ഇല്ല. അള്ളാഹ് പ്ലാനറ്റ് ചെയ്യും പോലെ ആ വൻമതിൽ ഉണ്ടാക്കിയതോടുകൂടി 3 വൻമതിലിൻ്റെ അകത്താണ് റസൂലുള്ളാഹിൻ്റെ ഖബർ. ആർക്കും കാണാനോ ആർക്കും തൊടാനോ 1400 വർഷം മുതൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. 1400 വർഷമായി അത് ആ മതിൽക്കെട്ടിൻ്റെ അകത്തായി മാറിയിട്ട്. അതിനിടയ്ക്ക് ഹിജ്റയുടെ 9-ാമത്തെ നൂറ്റാണ്ടിൽ അഥവാ 500 കൊല്ലം മുമ്പ്, അഥവാ ഏകദേശം 600ഓളം കൊല്ലം മുമ്പ് തീപിടുത്തമുണ്ടായപ്പോൾ ആ അകത്തുള്ള വൻമതിലിൻ്റെ വടക്ക് ഭാഗം തകർന്ന സന്ദർഭത്തിൽ കണ്ടവർ മൺകൂനകളായിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതല്ലാതെ വേറെ അതേ മതിലിനെ അതേ രൂപത്തിൽ മടക്കി കെട്ടിയതല്ലാതെ അത് പ്രകടമായി ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടുകയോ ജനങ്ങൾ കാണുന്ന രൂപത്തിലോ അല്ലാതെയായിട്ടാണ് ലോകം പഠിച്ചു വരുന്നത്. നിലവിലല്ല, 1400 വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല. നിലവിലെവിടെ 1400 വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല ഖബർ. അതിൻ്റെ സൈഡിലുള്ള ആ വൻമതിൽ 5 കോണുള്ള വൻമതിലിൻ്റെ അകത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൻ്റെ അവശിഷ്ടമുണ്ട്. അതിൻ്റെ അകത്ത് ഖബറും. അങ്ങനെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഷോർട്ടായ നാം പതിവാക്കി വരികയാണ്. കുട്ടികൾ നമ്മുടെ മദീന യൂണിവേഴ്സിറ്റി പണ്ഡിതന്മാരായ ഉപരിപഠനം നടത്താൻ വേണ്ടി വന്ന വിദ്യാർത്ഥികൾ മനക്കെട്ടത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരു നന്മയുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ് മെമ്പർമാർ പ്രത്യേകിച്ച് ഫയലിൽ സൂക്ഷിക്കണം. പരീക്ഷയുണ്ടാവുമ്പോൾ മറുപടി പറയാൻ സഹായകമാകും. ഇവിടെ ഓരോ ക്ലാസ്സിൽ നടക്കുന്നതിൻ്റെ പ്രധാന പോയിൻ്റുകളാണ് ഇത് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാന പോയിൻ്റുകൾ അതുപോലെ എല്ലാ ക്ലാസ്സിലും സന്ദർഭോചിതമായിട്ട് പലതും പറയുന്നത് ചിലപ്പോൾ കുറിപ്പിൽ വന്നോളണമെന്നില്ല. ഇപ്പോൾ ഉള്ളതെല്ലാം തുർക്കികൾ നിർമ്മിച്ചതായ കെട്ടിടമാണ്, അകത്തുള്ള കെട്ടിടം. അപ്പോൾ തുർക്കിയുടെ കാലഘട്ടത്തിലുള്ള കെട്ടിടമാണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത്. പക്ഷേ സ്ഥലമെല്ലാം അത് തന്നെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കെട്ടിയ പള്ളിയുടെ സ്ഥലത്താണ് ഉസ്മാൻ്റെ പള്ളിയായിട്ട് അവിടെ ബാബുസലാം മുതൽ ബഖീ വാതിൽ വരെയുള്ളതായ ആ പള്ളി. അതുപോലെ അതിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ഇമാമത്ത് നിൽക്കുന്ന മെഹ്റാബ് ആ ഉസ്മാൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മെഹ്റാബ് ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെഹ്റാബാണ്. അതുപോലെ അകത്തുള്ള സ്വർഗത്തോപ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറാണ് ഇപ്പോഴുള്ള മിമ്പർ. റസൂലുള്ളാഹിൻ്റെ മിമ്പറല്ല, റസൂലുള്ളാഹിൻ്റെ മിമ്പർ അവിടെയായിരുന്നു. ആ മിമ്പർ മുതൽ റസൂലുള്ളാഹിൻ്റെ വീട് വരെയാണ് സ്വർഗത്തോപ്പ് എന്ന് റസൂൽ പ്രഖ്യാപിച്ചതിൽപ്പെട്ട ചില സ്ഥലങ്ങൾ ഇപ്പോൾ അകത്തായി വന്നിട്ടുണ്ട്. തുർക്കികൾ കെട്ടിയപ്പോൾ അത് സൗദികൾ കാട്ടിയതൊന്നുമല്ല. തുർക്കികൾ കെട്ടിയപ്പോൾ ഈ ഖബറിൻ്റെ അകത്ത് വൻമതിൽ കെട്ടിയതിൻ്റെ വിട്ടിട്ടാണ് അതിനപ്പുറമുള്ളതായ ഇരുമ്പ് വേലി കെട്ടിയത്. ആ ഇരുമ്പ് വേലിയുടെ പുറത്തു നിന്നിട്ടാണ് നാം ഇപ്പോൾ സലാം പറയുന്നത്. ആ ഇരുമ്പ് വേലിയുടെ അകത്ത് എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലെന്ന് റസൂൽ പറഞ്ഞ വാക്കിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന അല്പ സ്ഥലങ്ങൾ അവിടെ ശേഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളി മദീനത്ത് റസൂലുള്ളാഹി വന്ന ഉടനെ കെട്ടിയപ്പോൾ നിങ്ങളിരിക്കുന്ന ഭാഗമാകുന്ന വടക്കാണ് മെഹ്റാബ് അഥവാ ഇമാമത്ത് നിൽക്കുന്ന ഭാഗം. ഇപ്പോൾ ഉള്ളത് ഇത് ഖിബ്ല മാറിയ ശേഷം ഉണ്ടായതായ മെഹ്റാബാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ കെട്ടിയ പള്ളികളോ സലഫ് സാലിങ്ങളുടെ കാലഘട്ടത്തിൽ കെട്ടിയ പള്ളികളിലോ മെഹ്റാബുകൾ ഉണ്ടായിട്ടില്ല. അഥവാ ഇന്ന് നാം മനസ്സിലാക്കി വരുന്ന ആ കോണാകൃതിയിലുള്ള അല്ലെങ്കിൽ റൗണ്ട് ആകൃതിയിലുള്ള മെഹ്റാബ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിൻകാലഘട്ടം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലോ ഒക്കെയാണ് ആ രൂപത്തിൽ കെട്ടപ്പെടാൻ ആരംഭിച്ചത്. കഴിഞ്ഞോ? ചോദ്യം അവസാനിച്ചോ? കുറിപ്പിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഡേറ്റ് 13/3/23 മാറ്റുക. വേറൊന്നും ചോദിക്കാനില്ലല്ലോ, നമ്മൾ നിർത്താണ്. ഖുർആൻ മൂത്ര അത് ശുദ്ധി അശുദ്ധി ഉള്ള അഥവാ കക്കൂസ് പോലത്തെ സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ല എന്നാണ്
മുസ്ഹഫ് കൊണ്ട് ഖുർആൻ കൊണ്ട്. അതുകൊണ്ട് നാം കുളിമുറിയിലേക്കോ അങ്ങനെയുള്ള സ്ഥലത്തേക്കോ പോകുമ്പോൾ അത് മാറ്റി വെക്കേണ്ടതാണ് പുറത്ത്. പിന്നെ ഫുഖഹാക്കൾക്കൊക്കെ പിന്നെ ചർച്ചകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവരൊക്കെ ഇങ്ങനെ നീട്ടി വലിച്ച് ചർച്ച ചെയ്യുമല്ലോ. നമ്മുടെ മുസ്ഹഫ് നഷ്ടപ്പെട്ടു പോകും, കളവ് പോകുമെന്ന് കണ്ടാൽ, വേറെ സംരക്ഷിക്കാൻ സ്ഥലമില്ലെന്ന് കണ്ടാൽ ഭദ്രമായി അതിനെ കെട്ടിയിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നവരുണ്ട്, കളവിനെ പിടിക്കുകയാണെങ്കിൽ. എന്നാലും കഴിവിൻ്റെ പരമാവധി മുസ്ഹഫുമായിട്ട് കടക്കാതിരിക്കലാണ് വേണ്ടത്. മൊബൈലാണെങ്കിൽ മൊബൈൽ മുസ്ഹഫ് ഖുർആനിൻ്റെ ലിപി തുറന്ന് വെച്ച് സമയത്ത് കടക്കരുത്. അല്ലാതെ അകത്ത് നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കാരണം അകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ എഴുത്തുണ്ടാവില്ല. ഫീഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഖുർആൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന എഴുത്തായി കാണുന്ന സമയത്താവരുത് അകത്ത് പോക്ക്. അല്ലാതെ പ്രശ്നമില്ല. കാരണം മൊബൈൽ കമ്പ്യൂട്ടർ പോലെയാണല്ലോ, നിങ്ങൾക്കറിയാം. അതിൻ്റെ അകത്ത് വെറും പുള്ളി മാത്രമേ ഉള്ളൂ, ഹിസാബാത്ത്, എഴുത്തുണ്ടാവില്ലല്ലോ. ഏത് അല്ല, നിങ്ങളറിയാതെ നഷ്ടപ്പെടും. അതൊക്കെ പോക്കറ്റിലിരുന്നോട്ടെ. അത് ഇപ്പോഴൊന്നും ആയതല്ല. 3-ാം നൂറ്റാണ്ട് അവസാനിച്ച ശേഷമുള്ള രാജാക്കന്മാരുടെയൊക്കെ നാണയങ്ങൾ പരിശോധിച്ച് നോക്കുക. 4-ാം നൂറ്റാണ്ടിലുള്ള നാണയം, 4-ാം നൂറ്റാണ്ടിലുള്ള നാണയം കേരളത്തിൽ നിന്നിട്ട് എനിക്ക് വന്നിരുന്നു. കേരളത്തിൽ കുഴിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ഭരണമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അന്നൊക്കെ അങ്ങനെയുള്ള നാണയങ്ങളിലൊക്കെ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. പഴയ കാലഘട്ടത്തിലുള്ളതാണ്. അവസാനിച്ചു. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم رب زدنا علما والحقنا بالصالحين. ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين. രോഗമുള്ളവരുടെ രോഗം സുഖപ്പെടുത്തണ രക്ഷിതാവേ, പ്രയാസമുള്ള പ്രയാസം അകറ്റണ രക്ഷിതാവേ, സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണ രക്ഷിതാവേ, മുസ്ലിം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പരീക്ഷണത്തിൽ നിന്നിട്ട് അവർക്ക് ഇസ്ലാമിലൂടെ തൗഹീദിലൂടെ ആദർശ ക്ലിയറിങ്ങിലൂടെ രക്ഷ പ്രാപിക്കാനുള്ള തൗഫീക്ക് നീ നൽകണ രക്ഷിതാവേ. അവരുടെ നന്മകൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതായ വൻ ശക്തികളെ നശിപ്പിക്കണ രക്ഷിതാവേ. അവരുടെ പരിപാടികളെയും അവരുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെയും പ്ലാനുകളെയും നീ പരാജയപ്പെടുത്തണ രക്ഷിതാവേ. അന്തസ്സോടെ അഭിമാനത്തോടെ ഇസ്ലാമായ ഈ വിശുദ്ധ മതത്തിൻ്റെ നിയമങ്ങളെ, വിധി വിലക്കുകളെ, തൗഹീദിൻ്റെ വിജയ പതാകയെ പറപ്പിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടേ ഭരണകൂടം നടത്താൻ ഈ നാട്ടിൻ്റെ വക്താക്കൾക്കും നേതാക്കൾക്കും നീ അനുഗ്രഹിക്കണ രക്ഷിതാവേ. അവരോട് സഹകരിച്ച് ജീവിക്കാൻ മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും മുസ്ലിം ലോക പ്രബോധകന്മാർക്കും മുസ്ലിങ്ങൾക്കും നീ തൗഫീക്ക് നൽകണ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കുകയും ഞങ്ങൾ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നീ നൽകുകയും ചെയ്യുന്ന രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റന്നാൾ ഉണ്ടെങ്കിൽ അഥവാ വെള്ളിയാഴ്ച ദിവസമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നടത്തുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരിക. തൊട്ടു നിൽക്കുന്ന അബൂദർ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നതായ മസ്ജിദ് സജദ. നാളെ രാത്രി ഇവിടെ ഖുർആൻ തജ്വീദ് ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മുടെ മദീന യൂണിവേഴ്സിറ്റി പണ്ഡിതന്മാർ നിന്നിട്ട് പലരും നടത്തുന്നതാണ്. അതിലും പങ്കെടുക്കുന്നവർ പങ്കെടുത്തുകൊണ്ടേയിരിക്കുക സ്ഥിരമായി. അസ്സലാമു അലൈക്കും.